الذي أفاض على عباده النعمة وأخرجهم إلى النور من الظلمة وأرسل إليهم نبيا رحمة وفضلهم على كثير ممن خلق تفضيلا صلى الله وسلم على سيدنا محمد وعلى آله وأصحابه وسلم تسليما كثيرا كثيرا ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله صلى الله وسلم على سيدنا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتى للإنسان حين من الدهر لم يكن شيئا مذكورا. قال نبينا وعزنا وسندنا ومصطفانا وقرة أعيننا وثمرة فؤادنا وقطعة كبدنا ومعشوقنا ومحبوبنا مصطفى محمد صلى الله عليه وسلم. عجلوا بالصلاة قبل الفوت وعجلوا بالتوبة قبل الموت. صدق رسوله المصطفى الذي. നീലം വിട്ടു ചാടല്ലേ മോനെ, നീലം മറന്നാടല്ലേ കനിയേ, അസ്റായിൽ ചാരയെത്തും മുന്നേ മരണവും മേനിയിൽ പിണയും. നിന്റെ വീട്ടിൽ വിളിക്കുന്ന നാമം മറയും, മക്കൾ പോലും മയ്യത്തെന്ന് മാറ്റി പറയും. ഉറ്റവരെല്ലാരും ചുറ്റും നിന്ന് കരയും, നിന്റെ റൂഹ് നിന്നിൽ നിന്ന് വേർപിരിയും. വല്ലാത്തൊരവസ്ഥയിൽ നീറും, വെപ്രാളത്താൽ നീയും പുളയും. ഖുർആനിന്നൊളി വീട്ടിൽ മുഴങ്ങും, കുളിപ്പിക്കുവാൻ ജനം മുതിരും. ദൃഷ്ടാന്തം ഓരോന്ന് കാട്ടിക്കൊടുക്കുവാൻ മക്കയിൽ നിന്നവൻ കൊണ്ടുപോയി ദൂതനെ. രാത്രിയിൽ സഞ്ചരിച്ചേറ്റം വിദൂരമാ യാത്രയായി മന്ദിരെ ചെന്നു ചേർന്നിടിനാൽ മന്ദിരപ്രാന്തം വിളങ്ങി ഞാൻ എത്രയോ. ദൈവം വിതച്ചൊരു സൗഭാഗ്യ ശ്രേണിയാൽ സർവവും ശ്രദ്ധിച്ചു കേൾക്കുന്നു രക്ഷകൻ, സർവവും സൂക്ഷ്മമായി കാണും ഗ്രഹിച്ചിടും. തണലില്ലാതെ, തള്ളിച്ചയില്ലാതെ, ചായലില്ലാതെ, ചരിയലില്ലാതെ, തട്ടലില്ലാതെ, മുട്ടലില്ലാതെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന നിയന്ത്രണമായ റബ്ബ് സുബ്ഹാനഹു വ തആല ലക്ഷോപലക്ഷം മനുഷ്യന്മാരെ പക്ഷപാതമില്ലാതെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ അനുഗ്രഹമന്ദിതോദരായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവിടുത്തെ കുടുംബത്തിന്റെ പേരിൽ സ്വന്തം സഹചാരികളും സഹാബത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ അനിശ്ചിതമായ പ്രവാഹം ആകാശലോകത്തു നിന്ന് കുത്തിച്ചൊരിയുന്ന മഴ പോലെ അള്ളാഹു ചൊരിയുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദരങ്ങൾ
സഹോദരിമാർ, ഉമ്മമാർ എല്ലാവരെയും അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട മണ്ണറയിൽ കഴിയുന്ന നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവന്യർമാർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഗുണകാംക്ഷികൾ, എല്ലാത്തിലും ഉപരി പുഞ്ചിരി കൊണ്ട് നമുക്ക് സ്നേഹം സമ്മാനിച്ച മുഴുവൻ ആളുകളെയും ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ടെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങളെ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അത്യുന്നതെങ്കിലും ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക സമൂഹത്തോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സലാം ലോകാവസാനം വരെ ബാധ്യതയാണ്. അസ്സലാമു അലൈക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട നമുക്കറിയാം, മഹാനായ ഈ നാടിന്റെ ആത്മീയ ചൈതന്യമായി വിണ്ണിത്തിളങ്ങി നിൽക്കുന്ന കാവുമ്പാട് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അസ്തമിക്കാത്ത സൂര്യപ്രഭാ കേന്ദ്രങ്ങളെ കുറിച്ച് നാം പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ മൈക്ക് 250 ആണ് അല്ല, ഈ ബോക്സ് ഒന്ന് ജസ്റ്റ് തിരിച്ചിട്ടുണ്ട്. മോണിറ്ററിൽ തൊണ്ട അടഞ്ഞിരിക്കുക, അതുകൊണ്ട് മോണിറ്ററിൽ ശബ്ദം കിട്ടുന്നില്ല, ഓവർ ശബ്ദം എടുക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാടിന്റെ ചൈതന്യമായി ആത്മീയ ചൈതന്യം പകർന്നുകൊണ്ടിരിക്കുന്ന കാവുമ്പാട് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മതപ്രഭാഷണ പരമ്പരയുടെ 1-ാം ദിവസമായി ഇന്ന് സാംസ്കാരിക സമ്മേളനങ്ങൾക്ക് തുടക്കവും ഒടുക്കവുമായി ശേഷമാണ് ഈ വിനീതനെ ക്ഷണം കിട്ടിയത്. പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഖിറാഅത്ത് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച പ്രിയപ്പെട്ട ജമാഅത്തിന്റെ പ്രസിഡന്റ്, ഖിറാഅത്ത് നിർവഹിച്ച പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അബ്ദുൽ നാസർ മന്നാനി ഉസ്താദ്, സ്വാഗതം ആശംസിച്ച ജനാബ് അജി എന്ന ജമാഅത്തിന്റെ സെക്രട്ടറി, നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വിടുന്ന പ്രിയപ്പെട്ട MS അരുൺകുമാർ MLA. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിന്റെ ചൈതന്യം ഇതുപോലെ ലോകാവസാനം വരെ അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് എന്റെ പ്രഭാഷണങ്ങൾ ഏറെ കേട്ടവരാണ് പലരും. പക്ഷേ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു ഇവിടെ വന്ന അരുൺകുമാർ MLA അദ്ദേഹം കാലഘട്ടത്തോട് യോജിച്ചുകൊണ്ട് സംസാരിച്ച ആ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ വിരമിച്ചപ്പോ അതിൽ നിന്ന് തുടങ്ങാം എന്ന് തന്നെയാണ് ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിച്ചതും. അള്ളാഹു കേൾക്കാൻ, പറയാൻ, ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ചുരുക്കി പറയുകയാണ്, ഒരുപാട് ആമുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ സമയത്തിന്റെ പരിമിതിയും സാഹചര്യത്തിന്റെ സമ്മർദ്ദവും കണക്കിലെടുത്തുകൊണ്ട് ആമുഖങ്ങൾ ഒരുപാട് ഒഴിവാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു യാത്രയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. യാത്ര നമ്മുടെ കാവുമ്പാട് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടേതായ ഈ തൊട്ടുചാരി നിന്ന് ഒരു വാഹനത്തിൽ ഞാൻ നിങ്ങൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. സങ്കല്പമാണ്, സങ്കല്പിക്കുക. നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ഒരു വാഹനം വന്നു കഴിഞ്ഞു, അതിൽ കയറാൻ നാം തീരുമാനിച്ചും കഴിഞ്ഞു. ഞാനുണ്ട്, ജമാഅത്തിന്റെ പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ഭാരവാഹികളുണ്ട്, ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമുണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, എല്ലാവരുമുണ്ട്. നിങ്ങൾക്കതിലേക്ക് കയറാനുള്ള അവസരം ഒരുക്കപ്പെട്ടു. എല്ലാവരും വാഹനത്തിലേക്ക് കയറി. ആ വാഹനത്തിലേക്ക് കയറിയ ഓരോരുത്തരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഈ വാഹനം മുന്നോട്ട് പോകുന്നത് എങ്ങോട്ടാണ്, ലക്ഷ്യബോധമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വാഹനം തയ്യാറായി, അതിൽ യാത്ര തുടങ്ങാൻ ഞാൻ നിങ്ങൾ തീരുമാനിച്ചു. ഓരോരുത്തർക്കും അനുവദിക്കപ്പെട്ട സീറ്റുകളിൽ അവരോരോരുത്തരും ഇരുന്നു. ഈ വാഹനം ഇനി മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഇതേവരെ നൂറനാട് നിന്ന് ഈ വാഹനം മുന്നോട്ടിറങ്ങി നമ്മുടെ ഈ റോഡിലേക്ക് വാഹനം ഇറങ്ങി. ആ വാഹനം വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞു എന്ന് സങ്കല്പിച്ചു കൊള്ളുക. ഇനി നീണ്ട നിവർന്ന് കിടക്കുന്ന ഒറ്റവരി പാതയിലൂടെ നമ്മുടെ വാഹനം മുന്നോട്ട് പോകാൻ പോവുകയാണ്. വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ പാതയോരങ്ങളെ താണ്ടിക്കൊണ്ട് വാഹനം മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുമ്പോ നാം സഞ്ചരിക്കുന്ന പാത രണ്ടായി തിരിയാൻ പോവുകയാണ്. ഇതേവരെ ഒറ്റവരി പാതയായി ഏകാന്തതയിലൂടെ ഒറ്റവരി പാതയിലൂടെ സഞ്ചരിച്ച നമ്മുടെ വാഹനം, ആ വാഹനം രണ്ടായി തിരിയാൻ പോകുന്ന ഒരു പാതയുടെ മുമ്പിൽ ചെന്ന് നിന്നു. ഇനി എങ്ങോട്ട് തിരിയണം എന്ന് ഡ്രൈവർ ചോദിക്കുന്നു. വലത്തോട്ട് പോകണോ അതല്ല ഇടത്തോട്ട് പോകണോ? രണ്ട് ബോർഡുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലത് ഭാഗത്തേക്ക് പോകണമെങ്കിൽ ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ പല പ്രയാസങ്ങളും നേരിടേണ്ടി വരും, പല ദുഃഖങ്ങളും സഹിക്കേണ്ടി വരും, പല കഥകളും നിങ്ങൾ കാണേണ്ടി വരും. വേദനകളും വിഷമങ്ങളും നിറയ്ക്കപ്പെട്ട വഴികളിലൂടെയാണ് വലതു ഭാഗത്തൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ പോകുന്നത്. കട്ടറുണ്ട്, കുഴിയുണ്ട്, കുന്നുണ്ട് എന്ന ബോർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇടതു ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെയും ഒരു ബോർഡുണ്ട്. ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ സുഖയാത്രയാണ്, സന്തോഷമാണ്, ദുഃഖമില്ല, ക്ലേശമില്ല, വൈതരണികളില്ല, യാതനയില്ല, വേദനയില്ല, ഒരു കഷ്ടപ്പാടുമില്ല, ഒരു കട്ടറുമില്ല, ഒരു കുഴിയുമില്ല. സുഖമായി നിങ്ങൾക്ക് സഞ്ചരിക്കാം. പക്ഷേ വലതു ഭാഗത്തു കൂടെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് പ്രയാസമാണ്. ഇടത് ഭാഗത്തുള്ള ആ പാത സുന്ദര സുഖ സൗകര്യത്തോടു കൂടി യാത്ര ചെയ്യാം. പക്ഷേ വലതു ഭാഗത്തുകൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പല പ്രയാസങ്ങളും സഹിച്ച് ചെന്നെത്തുന്നത് ഒരു മനോഹരമായ സ്ഥലത്തായിരിക്കും. ഇടതു ഭാഗത്തുകൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ ഹൈവേ ആണ്, പക്ഷേ അവിടെ നിങ്ങൾക്കൊരു പ്രശ്നവും പ്രയാസവും നേരിടില്ല. ചെന്നെത്തുന്ന സ്ഥലം അതിഭയാനകരമാണ്. ഇനി എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ നിങ്ങളുമാണ്. വലതു ഭാഗത്തൂടെ പോയാൽ പ്രയാസങ്ങളാണ്, ദുഃഖങ്ങളാണ്. ഇടത് ഭാഗത്തുകൂടെ പോയാൽ ഒരു പ്രശ്നവുമില്ല, പക്ഷെ ചെന്നെത്തുന്നത് നാം ഭയപ്പെടുന്ന ഒരു സ്ഥലത്താണ്. വലതു ഭാഗത്തേക്ക് പോകണോ ഇടതു ഭാഗത്തേക്ക് പോകണം? നിങ്ങൾ പറ. വലതു പോകണം. അള്ളാഹു വലതു ഭാഗത്തേക്ക് പോകാതിരിക്കാനുള്ള അവസരം. അള്ളാഹു വലതു ഭാഗത്തേക്ക്, വലത് മതി, ഉറപ്പാണോ? ഉറപ്പാണ്. കാരണം എന്തുവാ? നല്ല സ്ഥലത്ത് ചെല്ലും. അള്ളാഹു താല അവരെയൊക്കെ നന്നാക്കട്ടെ. സംഭവം കത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലതു ഭാഗത്തേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വഴിയിലൂടെ കട്ടറുണ്ട്, കുഴയുണ്ട്, പ്രയാസങ്ങള്, ദുഃഖങ്ങള്, ദുരിതങ്ങൾ സഹിച്ചിട്ടാണ് വലതു ഭാഗത്തുള്ള വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടതു ഭാഗത്തുകൂടെ സഞ്ചരിച്ചാൽ ദുഃഖങ്ങളില്ല, ദുരിതങ്ങളില്ല. പക്ഷെ ചെന്നെത്തുന്നത് എവിടെയാണ്? അതിഭയാനകരമായ നരകത്തിന്റെ വക്കിലേക്കാണ് ചെന്നെത്തുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. ഇതുപോലെ ഒറ്റവരിപ്പാതയിലൂടെയാണ് എന്റെ നിങ്ങളുടെയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു പറയുകയാണ്, ഇനി നിങ്ങൾ എന്റെ കൂടെ സഞ്ചരിക്കണേ. ഖുർആൻ പറയുകയാണ്, സൂറത്ത് ദഹർ, സൂറത്ത് ദഹറാണ് പറയുന്നത്. മനുഷ്യ, നിന്റെ മേലൊരു കാലഘട്ടം കടന്നുപോയി മനുഷ്യ. അന്ന് ഈ കാണുന്ന നിലയിൽ നിനക്ക് ജീവിതമില്ലായിരുന്നു, ഈ കാണുന്ന സൗന്ദര്യങ്ങളില്ലായിരുന്നു, ഈ കാണുന്ന സുഖങ്ങളില്ലായിരുന്നു, ഈ കൈയില്ല, കാലില്ല, സൗന്ദര്യത്തിന്റെ ഉടമയല്ലായിരുന്നു മനുഷ്യ. അല്ലാഹ് പറയുകയാണ്, ഈ കാണുന്ന നിലയിൽ നീ ഒരു മനുഷ്യനല്ലായിരുന്ന ഒരു കാലഘട്ടം നിനക്കുണ്ടായിരുന്ന മനുഷ്യ. അള്ളാഹു എന്നിട്ട് പറയുകയാ, നിന്നെ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളറയിലേക്ക് അള്ളാഹു കൊണ്ടുവന്ന് പിതാവിന്റെ മുതുകിൽ നിന്ന് ഇന്ദ്രിയ തുള്ളിയായി ഉമ്മയാകുന്ന 5 ലിറ്റർ വെള്ളം കൊള്ളാൻ മാത്രം വലിപ്പമുള്ള ഗർഭാശയ രോഗത്തിന്റെ അകത്തേക്ക് ഒരു ബീജത്തുള്ളി അള്ളാഹു നിക്ഷേപിച്ചിട്ട് അവിടെ നിന്ന് അള്ളാഹു പറയുകയാ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഇതേവരെ ഉമ്മയുടെ ഗർഭാശയ രോഗത്ത് നിന്ന് നിനക്ക് ഭൂമി രോഗം കാണാൻ അല്ലാഹു അവസരം നൽകുക. സയൻസിന്റെ കണക്കനുസരിച്ച് 9 മാസവും 9 ദിവസവും 9 മിനിറ്റ് 9 സെക്കൻഡും കഴിയുമ്പോ ഈ ദുനിയാവിലേക്ക് മനുഷ്യ നീ കടന്നു വന്നെങ്കിൽ ഈ ദുനിയാവിലൂടെ നീ യാത്ര തുടങ്ങുകയാ. ഈ ദുനിയാവിലൂടെ നീ യാത്ര തുടങ്ങി
അങ്ങനെ യാത്ര തുടങ്ങി നിന്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോ ഇവിടെയാണ് ഒറ്റവരി പാതയെ നാം തിരിച്ചറിയേണ്ടത്. ഒറ്റവരി പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടുപോവുകയാ. ഉമ്മയുടെ ഗർഭാശയിൽ നിന്ന് യാത്ര തുടങ്ങി ഒറ്റവരി പാതയിലൂടെ സഞ്ചരിക്കുകയാ. അങ്ങനെ ഒറ്റവരി പാതയിലൂടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അവസാനം നിനക്ക് പ്രായപൂർത്തിയാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാ, നിന്റെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് പാതകളെ അള്ളാഹു തുറന്നു തരികയാ. അള്ളാഹു പറയുകയാണ്, ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഒന്നെങ്കിൽ നന്മയുടെ പാത, അതല്ലെങ്കിൽ തിന്മയുടെ പാത. ഇതേവരെ നിനക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നീ ജീവിച്ചു വന്നത് ഒറ്റവരി പാതയിലൂടെയാണ് മനുഷ്യ. പക്ഷെ നിനക്ക് പ്രായപൂർത്തിയാകുമ്പോ അള്ളാഹു നിന്റെ മുമ്പിൽ രണ്ട് പാതകളെ തുറന്നു തരികയാ. ഒന്നേതെന്നറിയുമോ? ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറാ. ഒന്ന് നന്ദിയുടെ പാത, മറ്റൊന്ന് നന്ദികേടിന്റെ പാത. ഒന്ന് കൃതജ്ഞതയുടെ പാത, മറ്റൊന്ന് അകൃതജ്ഞതയുടെ പാത. ഒന്ന് വെളിച്ചത്തിന്റെ പാത, മറ്റൊന്ന് ഇരുട്ടിന്റെ പാത. ഒന്ന് സത്യത്തിന്റെ പാത, മറ്റൊന്ന് സത്യത്തിന്റെ പാത. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, മാനവാ നീയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നിന്റെ മുമ്പിൽ രണ്ട് പാത ഞാൻ തുറന്നു വെച്ച് തരും എന്ന് വിശുദ്ധ ഖുർആൻ. ഇവിടെയാണ് നമ്മൾ നേരത്തെ സഞ്ചരിച്ച പാത നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. അല്ലാഹു പറഞ്ഞു, നീ തിരഞ്ഞെടുക്ക്, നന്മ വേണോ തിന്മ വേണോ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ പാത തിരഞ്ഞെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നന്മയുടെ പാതാവിലൂടെ അവസാനം വരെ നിലനിൽക്കാൻ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് പരിധി നോക്കിയാലോ, നന്മയുള്ള ജീവിതമാണോ മനുഷ്യൻ, തിന്മയുള്ള ജീവിതമാണോ? ഇന്നത്തെ കാലഘട്ടം തന്നെ നമ്മോട് സംസാരിക്കട്ടെ. പ്രിയപ്പെട്ട അരുൺകുമാർ MLA നമ്മോട് സംവദിച്ചതും അദ്ദേഹം അത് തന്നെയാണ്. കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങളെ, ചുവരെഴുത്തുകളെ നാം ഒന്ന് മനസ്സിലാക്കിയാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ സാഹചര്യം 22ാം നൂറ്റാണ്ട് സഞ്ചരിക്കുന്നത് എങ്ങോട്ടാണ്? അത് നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ? ഏത് ലോകത്തേക്കാണ് ഈ ലോകം സഞ്ചരിക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് ഈ ലോകം മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം മതം പതിച്ചു പോയി മനുഷ്യൻ. അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ദഹറിലാണ്, അല്ലതാലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. നിനക്ക് രണ്ട് പാത ഞാൻ തുറന്നു തന്നു. സത്യം വേണോ അസത്യം വേണോ, സ്വർഗം വേണോ നരകം വേണോ, തിരഞ്ഞെടുക്കേണ്ടത് നീയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു പറഞ്ഞു, ആ പാത നന്മ ഏതാണോ തിരഞ്ഞെടുക്കേണ്ടത് ഞാൻ നിങ്ങളുമാണെന്ന് വിശുദ്ധ ഖുർആൻ. പക്ഷേ ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് നന്മ എന്തെന്ന് പോലും, നന്മ എന്ന രണ്ടക്ഷരത്തെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. ഇന്ന് ഭാര്യയെ കൊന്ന ഭർത്താവ്, ഇന്നത്തെ വാർത്ത. ഭർത്താവിനെ കൊന്ന ഭാര്യ, തിരിച്ച് ഭാര്യയും, രണ്ടുപേരും മരിച്ചു. ഇന്നത്തെ വാർത്തകളാണ്. ഓരോ വാർത്തകളും ഫേസ്ബുക്കിന്റെ വാളുകൾ നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഓരോ ദിവസവും മരണം കേൾക്കാത്ത ഒരു വാർത്തയെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നതാണ്. ലോകം എങ്ങോട്ട് സഞ്ചരിച്ചു പോകുന്നു എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു കലുഷിതമായ അന്തരീക്ഷത്തിൽ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സൂറത്ത് ദഹറിലാണ് അള്ളാഹു ഈ മനുഷ്യന്റെ സാഹചര്യത്തെ വിവരിച്ചത്. ഇതുപോലെ കാലം എന്ന അർത്ഥം, സൂറത്ത് ദഹറിന് കാലം എന്ന അർത്ഥമാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതുപോലെ മറ്റൊരു സൂറത്ത് വിശുദ്ധ ഖുർആനിൽ ചെറിയൊരു സൂറത്താണ്. ആ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അള്ളാഹു പരാമർശം നടത്തുന്നത് ഈ രീതിയിലാണ്. ആ സൂറത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന ആ സൂറത്ത് കേട്ടാൽ 22ാം നൂറ്റാണ്ടിൽ നടക്കുന്നത് ഈ സാഹചര്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. എൻ്റെ സ്വന്തം മനസാക്ഷിയോട് ഞാൻ ചിന്തിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നന്മയുണ്ടോ ഇല്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സൂറത്ത് ദഹറിൽ അള്ളാഹു മനുഷ്യന്റെ സെട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. ആ സെട്ടിപ്പ്, അതിനുശേഷം അവന് രണ്ട് പാതകൾ ഞാൻ തിരിഞ്ഞു കൊടുക്കുമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞു. തിരഞ്ഞെടുക്കേണ്ടത് നീയാണ് മനുഷ്യ എന്ന് പറഞ്ഞു. പക്ഷെ മനുഷ്യൻ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? കാലത്തിന്റെ ചുവരെഴുത്തുകൾ തിരിച്ചറിയുക. സൂറത്ത് ദഹറിലാണ് ആദ്യത്തെ ആയത്ത് ഞാൻ ഓതിയതെങ്കിൽ രണ്ടാമത്തെ സൂറത്ത് കാലഘട്ടത്തെ ചേർത്ത് പിടിച്ച് വായിച്ചു കൊള്ളുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, കാലം തന്നെയാണ് സത്യം. സൂറത്ത് ദഹർ കാലം തന്നെയാണ് എന്ന അർത്ഥമാണെങ്കിൽ അള്ളാഹു പറയുകയാണ്, വല്ലസുർ കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഹസർ, മനുഷ്യ നിനക്ക് നഷ്ടമാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്
ഞാനല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകളെ കണ്ടറിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട യമല്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് കാലത്തിന്റെ ചുവരെഴുത്തുകളെ ഓർമ്മപ്പെടുത്തിയിട്ടാണെങ്കിൽ ലഹരിക്കടിമപ്പെട്ടു പോകുന്ന മനുഷ്യ, സ്വന്തം ഉമ്മയെ തിരിച്ചറിയാൻ കഴിയാത്ത മക്കൾ ജീവിക്കുന്ന കാലത്തിന്റെ നടുവിൽ അള്ളാന്റെ ഖുർആൻ പറയുകയാ, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖസ്ർ, ഈ മാനവാദി നഷ്ടത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു പറഞ്ഞത് മനുഷ്യനാണ്. മാനവാ, നിനക്ക് നഷ്ടമാ. ഇരുകാലിയായ മനുഷ്യ, നിനക്ക് നഷ്ടമാ. നാൽക്കാലിക്ക് നഷ്ടമില്ല, ചെന്നായക്ക് നഷ്ടമില്ല, കരിമ്പുലിക്ക് നഷ്ടമില്ല, കാട്ടാനയ്ക്ക് നഷ്ടമില്ല. സഹോദരങ്ങളെ, നഷ്ടവാളി ആരെന്നറിയുമോ? എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു വാരിക്കോരി തന്ന എനിക്ക് നിങ്ങൾക്കും നഷ്ടമാണെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു പറയുന്നു. വിഷയത്തിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് കിടക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലസിർ, കാലം തന്നെയാണ് സത്യം. അള്ള കാലത്തെ പിടിച്ച് സത്യം ചെയ്യുക. 22-ാം നൂറ്റാണ്ടാണോ എന്ന് ചിന്തിച്ചു നോക്ക്. സ്വന്തം ഉമ്മയെ കൊല്ലുന്ന മകൻ ജനിക്കുന്ന കാലത്തിന്റെ നടുവിൽ ഏത് ഗർഭാശയമാണോ ആ മകന് വേണ്ടി മാറ്റിവെച്ചത്, അതേ ഗർഭാശയത്തിന്റെ ഉള്ളറയിലേക്ക് കാലുയർത്താൻ മടി കാണിക്കാത്ത തലമുറ ജീവിക്കുന്ന കാലത്തിന്റെ നടുവിൽ എത്രത്തോളം അധംപതിച്ചു പോയി. മനുഷ്യനല്ലാത്ത സാഹചര്യം, മൃഗം പോലും ചെയ്യാൻ മടിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു. അള്ളാഹു നമ്മുടെ മക്കളെ, നമ്മുടെ നാടുകളെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജന്മം കൊണ്ടു നാം ഇരുകാലി, കർമ്മം കൊണ്ടിന്നു നാൽക്കാലി, ധർമ്മം ഫിത്തിന ഫസാദായി, ധർമ്മം ദീനെന്ന വില പോയി, കൽവിൽ ഇബ്ലീസ് കുടിയേറി, ഇൽമും ഇഖ്ലാസും വഴിമാറി. ഈ കവി വാഴ്ത്തപ്പെടട്ടെ. അദ്ദേഹത്തിന്റെ വരികൾ എത്ര മനോഹരമാണ്. കാലത്തിന്റെ സാഹചര്യങ്ങൾ വിവരിക്കുകയാണ്. മനുഷ്യ, നീ ആരാണ്? ജന്മം കൊണ്ടു നാം ഇരുകാലി, കർമ്മം കൊണ്ടിന്ന് നാൽക്കാലി. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞതിലോട്ടാണ് ഈ വരികൾ അടുക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്ക്. ജന്മം കൊണ്ട് മനുഷ്യൻ ഇരുകാലി, പ്രവർത്തനമോ അവൻ നാൽക്കാലിയെ അല്ല, അതിനേക്കാൾ അധംപതിച്ചു പോയെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറഞ്ഞു. ജന്മം കൊണ്ട് അവൻ മനുഷ്യനാണ്, പക്ഷെ കർമ്മം കൊണ്ടോ അവൻ മനുഷ്യനല്ലാത്ത സാഹചര്യങ്ങൾ കടന്നു പോവുകയാണ്. മനുഷ്യനെ കൊല്ലണം. ഒരു മനുഷ്യൻ സ്വന്തം സഹോദരനെ കൊല്ലണം. പിതാവ് മരണപ്പെട്ടു, സ്വത്തിന്റെ വിഷയത്തിൽ തർക്കമായി, ആർക്ക് കിട്ടും, ആർക്കാണ് കൂടുതൽ, തമ്മിലടിയായി. സ്വന്തം സഹോദരനെ കൊല്ലാൻ മടി കാണിക്കാത്ത സഹോദരൻ ജീവിക്കുന്ന കാലത്തിന്റെ നടുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം കാലഘട്ടത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്. മൃഗങ്ങൾ പോലും ചെയ്യാത്ത പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നാട് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ പല ഭാഗത്തും കേരളത്തിന്റെ അവസ്ഥയെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസങ്ങളില്ല. പക്ഷേ ലോകത്തിന്റെ പല ഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രയാസങ്ങളും പല പല അന്തരീക്ഷങ്ങളിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയൊക്കെ അല്ലാഹു കാത്തിരക്ഷിക്കണം. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞു. ഒരു പ്രതീക്ഷയും കൊടുക്കേണ്ട വരുന്ന തലമുറയിൽ. കിട്ടി ബോണസ് എന്ന ഒരു വാക്ക് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അതാണ് ജന്മം കൊണ്ട് ഇരുകാലി, കർമ്മം കൊണ്ട് നാൽക്കാലി. ഈ ഹൃദയത്തിൽ ഈമാനുമില്ല, ഇഖ്ലാസുമില്ല, സ്വന്തം ഉമ്മയെ തിരിച്ചറിയാൻ കഴിയാത്ത മക്കളായി ഇന്നത്തെ കാലഘട്ടത്തിലെ മക്കൾ ജീവിക്കുമ്പോൾ ആ തലമുറയോട് ഇനി എന്ത് പറഞ്ഞിട്ടാണ് അവരെ നന്മയുടെ വഴിത്താരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? എന്താണ് ഇനി അവരോട് പറഞ്ഞിട്ട് അവർ മോനെ നീ ചെയ്യുന്നത് തെറ്റാണ്, തിന്മയാണ് എന്ന് എന്ത് വാക്കാണ് ഇനി അവരുടെ മുമ്പിലേക്ക് സമ്മാനിക്കേണ്ടത്? ചെന്നായ ചെമ്പോത്ത് പോത്തു ചീറ്റപ്പുലി പന്നിപ്പാവം എന്തെല്ലാം ഉണ്ടിവനിൽ സിട്ടാവ് പോലും ഭയമൂലമാകിടാം വിട്ടുകൊടുത്തു മർത്യന് വിശ്വ മർത്യനോ മർത്യന്റെ ചോര തോടിക്കണ മർത്യനിൽ ബുദ്ധിമാനല്ല മർത്യൻ. മനുഷ്യന്റെ സ്വഭാവത്തെ കവി വർണ്ണിച്ചു തരികയാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മുടെ സ്വഭാവത്തെ ഇങ്ങനെ കവി വർണ്ണിക്കുകയാണ്. ചെന്നായ ചെമ്പോത്ത് പോത്തു ചീറ്റപ്പുലി പന്നിപ്പാമ്പ് എന്തെല്ലാം ഉണ്ടിവനിൽ സിട്ടാവ് പോലും ഭയമൂലമാകിട വിട്ടുകൊടുത്തു മർത്യന് വിശ്വ
മർത്യനോ മർത്യന്റെ ചോര കുടിക്കണ, മർത്യനിൽ ബുദ്ധിമാനല്ല മർത്യൻ. മനുഷ്യന്റെ ചോര കുടിക്കണം. മൃഗത്തിന്റെ സ്വഭാവങ്ങളൊക്കെ മനുഷ്യനിലേക്ക് മാറിയതാ. ചെന്നായ, ചെമ്പോത്ത്, പോത്ത്, ചീറ്റപ്പുലി, പന്നിപ്പാമ്പ് എന്തെല്ലാം ഉണ്ടിവനിൽ. ചിട്ടാവ് പോലും ഭയം മൂലമാകിടാം, വിട്ടുകൊടുത്തു മർത്യന് വിശ്വാസം. ചെന്നായ, ചെമ്പോത്ത്, പോത്ത്, ചീറ്റപ്പുലി ഇതിന്റെയൊക്കെ മുഴുവൻ സ്വഭാവവും ആരുടെ കയ്യിലുണ്ട്? ഇരുകാലിയായ അനുഗ്രഹങ്ങൾ അല്ലാഹു വാരിക്കോരി തന്ന മനുഷ്യനിലുണ്ട്. ഇത് കണ്ട് കവി പറയുക, ചിട്ടാവ് പോലും ഭയം മൂലമാകിടാം, വിട്ടുകൊടുത്തു മർത്യന് വിശ്വാസം. ആകാശ ലോകത്തുനിന്ന് മലക്കുകൾ പോലും ഈ ഭൂമിയിലേക്ക് നോക്കാം. മടി കാണിക്കുന്ന നിലയിലേക്ക് പ്രവർത്തനങ്ങൾ മാറി മറിയുന്ന സാഹചര്യമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കവി വാഴ്ത്തപ്പെടട്ടെ. അദ്ദേഹം പറഞ്ഞത് 22-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നൂറനാടെന്ന പ്രദേശത്തുള്ള മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. മക്കളുടെ കാര്യം കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരിച്ച് പരീക്ഷ മക്കളല്ലേ. നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരു പിതാവിനോട്, ഒരു മാതാവിനോട് ചോദിച്ചാൽ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമെന്ന് ചോദിച്ചു, എന്റെ മക്കൾ എന്നല്ലാതെ മറ്റൊരു ഉത്തരം ഒരു ഉമ്മയ്ക്കും വാപ്പയ്ക്കും പറയാൻ കഴിയും? രാവിലെ ജീവിതത്തിന്റെ രണ്ടറ്റം ഒന്ന് കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടമോടുന്ന പ്രവാസിയായി പ്രവാസ ലോകത്തുള്ള പ്രയാസങ്ങൾ മുഴുവനും ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് വെച്ച പ്രവാസിയോട് ചോദിച്ചാൽ അവനും പറയാനുള്ളത് എന്റെ മക്കളെ പോറ്റാൻ, എന്റെ ഭാര്യയെ പോറ്റാൻ. വേദനയുടെ കഥകൾ മാത്രമാണ്. ഇതാണ് ജീവിതത്തെ നാം പരിശോധിക്കുന്നത്. മക്കൾക്ക് വേണ്ടി ആരോട് ചോദിച്ചാലും പറയുന്നത് എന്റെ മക്കളുടെ ജീവിതം ഒന്ന് ടിപ് ടോപ്പ് ആക്കാൻ, എന്റെ ജീവിതം പോയതുപോലെ അവരുടേതാകല്ലേ. വിദേശത്ത് നിൽക്കുന്ന സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കണം. ആ മക്കൾ അതേ പ്രതീക്ഷയിലൂടെയാണോ വളർന്നു വരുന്നത്? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം നമ്മുടെ മക്കളുടെ അവസ്ഥ. നമ്മൾ പ്രതീക്ഷകൾ ഒരുപാട് വാരിക്കോരി കൊടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഓരോ ഉപ്പമാരോടും, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കളുള്ള ഉപ്പമാരോടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഉപ്പമാരോട് ഓർമ്മപ്പെടുത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും മറുഭാഗം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വന്തം പ്രിയപ്പെട്ട ഭർത്താവ് അദ്ദേഹം രാവിലെ ഇറങ്ങിപ്പോയിട്ട് വൈകുന്നേരം കടന്നു വരുന്നതിൻ്റെ ഇടയിൽ ഏതൊക്കെ പ്രയാസങ്ങൾ സഹിച്ചിട്ടായിരിക്കാം അവൻ എൻ്റെ ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിച്ചുകൊണ്ട് കിട്ടുന്ന വരുമാനവുമായിട്ട് വീട്ടിലേക്ക് വരിക. ഈ വേദനയുടെ കഥ മക്കളോട് പറഞ്ഞു കൊടുക്കൽ എൻ്റെ സഹോദരി നിന്റെ മേൽ ബാധ്യതയാണ്. ചിന്തിച്ചു നോക്കണം. ഇന്നത്തെ തലമുറയോട് ഏത് ഉമ്മയാണ് ഉപ്പയുടെ വേദനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക? നമ്മൾ ഒരുപാട് പ്രഭാഷണങ്ങൾ ഉമ്മയെക്കുറിച്ച് ഭാര്യ പുകഴ്ത്തി പറയാറുണ്ട്. ഉപ്പയെക്കുറിച്ച് ആരാണ് പറയാറുള്ളത്? നാം ഒരു ക്ലോക്കിലേക്ക് നോക്കിയാൽ ക്ലോക്ക് സഞ്ചരിക്കുന്നതിന് നാം ഒന്ന് പരിശോധിച്ചാൽ അതിൻ്റെ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും മണിക്കൂർ സൂചിയൊക്കെ നാം നോക്കുന്നത്. പക്ഷേ നാം നോക്കാത്ത സൂചി സെക്കൻഡ് സൂചിയാണ്. സെക്കൻഡ് സൂചി കറങ്ങിയില്ലെങ്കിൽ മിനിറ്റ് സൂചിക്ക് സഞ്ചാരമില്ല. മിനിറ്റ് സൂചി കറങ്ങിയില്ലെങ്കിലും മണിക്കൂറിനും സഞ്ചാരമില്ല. നാം ചിന്തിക്കാതെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സൂചിയെ പോലെയാണ് നമ്മുടെ വീടിൻ്റെ പിതാവ്, ഉപ്പ എന്ന രണ്ടക്ഷരത്തിൻ്റെ ഉടമ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഉപ്പയും ഉമ്മയും മരിച്ച ആരെക്കൊണ്ട് ദൈവക്ക് ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയ അള്ളാഹു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നാളെ സ്വർഗ്ഗത്തിൽ കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പ്രഭാഷണങ്ങളിൽ അധികം പറയാറുള്ളത്, സ്വന്തം ഉമ്മയുടെ വിലകൾ നിങ്ങൾ അറിയണേ, സ്വന്തം ഉപ്പയുടെ വില അറിയണേ എന്നതാണ് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ. നാം മരിച്ചു കിടക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തരാൻ ഈ മക്കളെ തയ്യാറാക്കൽ ഓരോ പിതാവിനും മാതാവിനും ബാധ്യതയാണ്. ഞാൻ ചുരുക്കുകയാണ്, ഒരുപാട് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു താല നമുക്ക് ശബ്ദം ഇടറി നിൽക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറയുന്നതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നാഥൻ തൗഫീഖ് നൽകുമാറാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകും. വളരെ മനോഹരമായൊരു നാടാണ് ഈ നാട്. ഞാൻ വന്ന് 5-6 മാസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ മനോഹരമാണ്. ഐക്യം നിലനിൽക്കും. ജാതിമത ഭേദമന്യേ പൊട്ടുതൊട്ട അമ്മയുടെ മകന്, തട്ടമിട്ട ഉമ്മയുടെ മകന് തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള ഒരു അനുഗ്രഹീത നാട്. അള്ളാഹു ലോകാവസാനം വരെ അങ്ങനെ തന്നെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ബാങ്കിന്റെ മുഴക്കം കേൾക്കണം. പള്ളികളിൽ, അമ്പലങ്ങളിൽ അവരുടേതായ ഭക്തിഗാനങ്ങൾ കേൾക്കണം. ക്രൈസ്തവ ചർച്ചുകളിൽ അവരുടെയും ഗാനങ്ങൾ മുഴങ്ങട്ടെ. ഇതിനൊക്കെ ഒരു കോട്ടം വരാൻ പാടില്ല. ഇരുട്ടിന്റെ ചിത്രശക്തികൾ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. ഇതിനെ അസ്ഥിരപ്പെടുത്തുക, തകർക്കുക, അങ്ങനെ വർഗീയതകൾ ജീവിതത്തിൽ കൊണ്ടുവരിക, ഒരു നാടിന്റെ അന്തരീക്ഷത്തെ തകർക്കുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആ ഇതര മതത്തിലുള്ള ആ ഒരു സൗഹാർദ്ദം അള്ളാഹു ലോകാവസാനം വരെ അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ പണ്ടുള്ള ആളുകൾ, 60-70 വയസ്സായ ആളുകൾ, നമ്മൾ പണ്ട് പലപ്പോഴും
നാം കേൾക്കാറുള്ളതാണ്. ഹൈന്ദവ സഹോദരൻ ഓണത്തിനായാലും അതല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരൻ നല്ലൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് നഷ്ടപ്പെട്ടു പോയൊരു സാഹചര്യമാണ്. എത്രത്തോളം നമ്മളൊക്കെ കേൾക്കാറുള്ളത് കൗസല്യ സുപ്രജാരാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉദ്ദിഷ്ട നരശാദൂർല കർത്തവ്യം ദൈവമാനിക ഉദ്ദിഷ്ട ഉദ്ദിഷ്ട ഗോവിന്ദ ഉദ്ദിഷ്ട ഗരുഡധ്വജേ ഉദ്ദിഷ്ട കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു മാതസമസ്ത ജഗതമധു കൈടവാരേ വക്ഷോ വിരോഹിണി മനോഹര ദിവ്യമൂർത്തി ശ്രീസ്വാമി വിശ്രുത ജനപ്രിയ ദാനശീലേ. ഇത് കേട്ട് ഇതൊക്കെ നമ്മുടെ ചെവിയിൽ മുഴങ്ങി ഒരു കലുഷിതമായ അന്തരീക്ഷമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ വളർന്നു വന്നവരാണ് ഈ ഇരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും. ഇന്നാണെങ്കിലും ഇന്നത്തെ നമ്മുടെ സാഹചര്യം എന്താ? ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തെ പഠിച്ചു നോക്കുക. അല്ലാഹു തആല അതുകൊണ്ടാണ് രണ്ട് കാര്യങ്ങളാണ് നാം ഭയപ്പെടേണ്ടത്. ഒന്ന് ലഹരി, വരാനിരിക്കുന്ന തലമുറ. രണ്ട് വർഗീയത. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വർഗീയത പറയുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സർവരെ ആലം സർക്കാരെ തോ ആലം നബി മുഹമ്മദ് മുസ്തഫ. തിരുദൂതരെ അങ്ങ് വരാനിരിക്കുന്ന കാലഘട്ടത്തിന് അങ്ങയുടെ അകക്കണ്ണുകൊണ്ട് വരച്ചു കാണിച്ചല്ലോ നബിയെ. അങ്ങേക്ക് 1000 സലാ നബിയേ, സലാ നബിയേ, സലാ നബിയേ. വർഗീയതകൾ കൊടികൊത്തി വാഴുന്ന 22ാം നൂറ്റാണ്ടില് വരാനിരിക്കുന്ന കാലഘട്ടത്തെ അങ്ങ് അകക്കണ്ണുകൊണ്ട് വരച്ചു കാണിച്ചല്ലോ തിരുദൂതരെ. റൗദാ ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് 5 or 6 ലൈറ്റുകൾ ഒരേ സമയം എന്നെ തിളങ്ങുന്നുവെങ്കിൽ റൗദാ ശരീഫിൽ പോകുന്നവർക്ക് കാണാം 40,000 കണക്കിന് ബൾബുകൾ ഒരേ സമയം എന്നെ തിളങ്ങി നിൽക്കുന്ന ലോകം കണ്ട സൗദി അറേബ്യയിൽ കിരീടം വെക്കാത്ത ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. ആ രാജകുമാരനാണ് സർവറെ ആല മക്കയുടെ മണവാള നബി മുഹമ്മദ് മുസ്തഫ. പോരാ താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ. കഅവത്തു ബദറുദ്ദുജാ നബി മുഹമ്മദ് മുസ്തഫ. വഖീറേ ബിവൽജാ നബി മുഹമ്മദ് മുസ്തഫ. സാഗരത്തിന്റെ സംഗീതമേ നബി മുഹമ്മദ് മുസ്തഫ. സഫാമലയുടെ വചന പ്രഘോഷമേ നബി മുഹമ്മദ് മുസ്തഫ. കരയുന്നവന്റെ അത്താണിയെ നബി മുഹമ്മദ് മുസ്തഫ. അടിച്ചമർത്തപ്പെടുന്നവരുടെ വിമോചകനെ നബി മുഹമ്മദ് മുസ്തഫ. ഫഖീറേ ബിവൽജാ ലഈഫേ ബിമുഅലാ യതീമോങ്കി വാലി ഉലാമോങ്കി മൗലാ അതാകാർ സേദർ ഗുസർ കർനെ വാലാ വഅത്നെ ദറായോ മെദനഗാനെ വാലാ. ആരുടെ കണ്ണിൽ നിന്നാണോ കണ്ണുനീർ തുള്ളികൾ അടർന്നു വീഴുന്നത് ആ കണ്ണുനീർ തുള്ളികളെ റിസാലത്തിന്റെ കരങ്ങൾ കൊണ്ട് തുടച്ചു മാറ്റാൻ ഈ ലോകത്തേക്ക് ഉദയം ചെയ്ത മുത്തേ മുഖ്ബിറേ സാദിഖേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഴങ്ങണ സലാത്ത് അല്ലാഹു റൗളയിലെത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വലാത്തിലൂടെ സ്വർഗത്തിലെത്തണം, സ്വലാത്തിലൂടെ റൗളയിലെത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റൗളയിൽ എത്തിയാൽ പോരാ, ഇപ്പോഴത്തെ പ്രതിസന്ധി ഘട്ടം പെർമിറ്റ് കിട്ടണം കയറണമെങ്കിൽ. മാ ബൈന ബൈതേ വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പോയിട്ടുള്ളവർക്ക് വീണ്ടും പോകാൻ തൗഫീഖ് നൽകട്ടെ. ഉംറയൊക്കെ ചെയ്യുന്ന സമയത്ത് മക്കയോട് വിട പറയുന്ന വിദാഇന്റെ തവാഫ് ചെയ്യുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞു പോകുന്ന സാഹചര്യങ്ങളാണ്. മുത്ത് റസൂലിന്റെ മദീനയോട് കഥ പറഞ്ഞ് കടന്നു പോകുന്ന സാഹചര്യം. അല്ലാഹു മരിക്കുന്നതിന് ഒരു വട്ടമെങ്കിലും പോകാൻ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആത്മാർത്ഥമായിട്ട് ഈ സദസ്സ് സ്വീകാര്യയോഗ്യമാണ്. കാരണം 40 പേര് ഒരുമിച്ച് കൂടുന്നതിൽ ഒരാളുടെ ദുആക്ക് അല്ലാഹു എന്തായാലും ഇജാബത്ത് നൽകും. നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ആഗ്രഹിക്കും ഇൻഷാല്ലാ അടുത്ത യാത്ര ആഗസ്റ്റിലായിരിക്കും. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് പേര് റൗളയിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സാമ്പത്തികമില്ലാതെ പ്രതിസന്ധി ഘട്ടത്തിലാണ്. നിയത്ത് വെക്കുക, ചുരുങ്ങിയ ചിലവിലേക്ക് ഇൻഷാല്ലാ കൊണ്ടുപോകാനുള്ള ആ ഒരു ഐഡിയയൊക്കെ ഉണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു മരിക്കും. നമ്മൾ ലോകം ഏതൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും റൗള കാണാത്തവൻ ഹതഭാഗ്യവനാണ്. അതുകൊണ്ടാണ് കവികൾ വാഴ്ത്തി പറഞ്ഞത് 14 നൂറ്റാണ്ടു പിൻപെന്തിനെ പാപി ഞാൻ പാരിൽ പിറന്നു വീണോ പുണ്യാ റസൂലിന്റെ പദപങ്കജ പതിയാത്ത മണ്ണിൽ പിറന്നു വീണോ
കവി പറയുകയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പെന്തേ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് എന്തേ എന്റെ ഉമ്മയുടെ ഗർഭാശയ ലോകത്ത് ഞാൻ ജനിച്ചില്ല. ഞാൻ ജനിച്ചതാണെങ്കിലോ 1400 സംവത്സരങ്ങൾക്ക് ശേഷമാണ്. മുത്തിനെ കാണാൻ കഴിഞ്ഞില്ല, മുത്തിന്റെ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ജനിച്ചതോ മുത്ത് റസൂല് മടങ്ങിയതിന് ശേഷമുള്ള 1400 സംവത്സരങ്ങൾക്ക് ശേഷമെന്ന് കവി പറയുകയാ. അതുകൊണ്ടാണ് മുത്ത് റസൂൽ അങ്ങ് പറഞ്ഞത് ലോകത്ത് നടക്കുന്ന നബിയെ, വർഗീയതകൾ പെരുക്കുന്ന തിരുദൂതരെ, അങ്ങ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീന യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നിട്ട് ലോകത്തോട് പറഞ്ഞതല്ല നബിയെ, സയ്യത്തി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മേലൊരു കാലം വരും സഹാബാ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് 1000 സംവത്സരങ്ങൾക്ക് മുമ്പ് സയ്യത്തി സമാനുൻ അലാ ഉമ്മത്തി നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സലാത്തിലേക്ക് നിന്നയോ മദീനയിൽ എത്തിക്കാനുള്ള ഐഡിയ ഉണ്ട്. 2 കാര്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്തുക. 1 ആമീൻ, 2 സ്വലാത്ത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂൽ എന്ന് പറഞ്ഞു ഇതിനേക്കാൾ ഭയാനകരമായ ഒരു കാലഘട്ടം വരും. സയ്യത്തി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തി. പറയുന്നത് ഏത് കാലഘട്ടത്തിൽ ഇരുന്നിട്ടാ? തൻ്റെ വീട്ടിലുള്ള ഒട്ടകം തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് തലയൊന്നിട്ടാൽ ചിന്തിക്കണം. ഇവിടെ ഇരിക്കുന്ന 2 പേര്, നിയാസിന്റെ വാപ്പ ഒരു 5 സെന്റിന്റെ ഉടമയാണ്. നിയാസിന്റെ വാപ്പ ഒരു ഒട്ടകമുണ്ട്, അത് നമ്മളെ കൊട്ടിയം എന്നറിയപ്പെടുന്ന അദ്ദേഹം ബഷീർ. അദ്ദേഹം അല്ലാഹു ഹാഫിദുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എങ്ങാനും ഒന്ന് തലയിട്ടാൽ, കയറണ്ട, തലയിട്ടാൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ചരിത്രം രേഖപ്പെടുത്തി. ഡാർക്ക് ഏജ് എന്നാണ്, ഇരുണ്ട കാലഘട്ടമാണ്. സത്യവും അസത്യവും എന്തെന്നറിയില്ല, നന്മ എന്തെന്നറിയില്ല. ആ കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി വരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് റസൂൽ എന്ന് പറയുകയാണ്, ഈ കാലത്തെ അല്ല ഞാൻ ഭയപ്പെടുന്നത്, സയ്യത്തി സമാനുൻ അലാ ഉമ്മത്തി നബി മുഹമ്മദ് മുസ്തഫ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു കാലം വരുമെന്ന് റസൂൽ അടയാളപ്പെടുത്തി തന്നു. ആ കാലഘട്ടത്തിലൂടെയാണോ നമ്മൾ നടന്നു പോകുന്നതെന്ന് ചിന്തിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചെന്നായ ജംബോത്തിന്റെയൊക്കെ സ്വഭാവമാണ് മനുഷ്യന്. സ്വന്തം സഹോദരനെ കൊല്ലാൻ മടി കാണിക്കാത്ത സഹോദരൻ, സഹോദരിയെ കൊല്ലാൻ മടി കാണിക്കാത്ത സഹോദരൻ. ഇന്നത്തെ വാർത്ത സ്വന്തം പിതാവിനാൽ ഗർഭിണിയായ മകളെ ഇന്നത്തെ വാർത്തയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ചിന്തിച്ചു നോക്കണം. ആലപ്പുഴ ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിങ്ങൾ ആലപ്പുഴ ജില്ലക്കാരാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരനായ നിങ്ങളോട് ആലപ്പുഴയിലെ കാര്യം അറിയുന്നത് നിങ്ങൾ ആലപ്പുഴ ജില്ലക്കാരായതുകൊണ്ടാവും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ അവൻ സ്കൂൾ ലീഡറായി മാറിയപ്പോ അവന്റെ കൂട്ടുകാരന്റെ പേര് സംസാരിച്ചതിന്റെ പേരിൽ എഴുതിയപ്പോ ആ പേരെഴുതിയതിന്റെ വൈരാഗ്യത്തിന്റെ ബുദ്ധിയിൽ 9ാം ക്ലാസ്സുകാരൻ 14 വയസ്സുകാരൻ സ്വന്തം 14 വയസ്സുകാരനായ കൂട്ടുകാരനെ കൊല്ലാൻ മടി കാണിക്കാത്ത ആലപ്പുഴയുടെ മണ്ണിലാണ് നാം ഇരിക്കുന്നത്. ചിന്തിച്ചു നോക്കണം. ഇടുക്കിയുടെ മലഞ്ചെരുവിൽ, ഞാൻ മൂന്നാറിലാണ് ഈ 2 വർഷത്തോളം ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ്. ആ മൂന്നാറിന്റെ മലഞ്ചെരുവ് ഇടുക്കി ജില്ലയിൽ സ്വന്തം കൂട്ടുകാരിയെ കൊന്നിട്ട് മരപ്പൊത്തിൽ ഒളിപ്പിച്ചു പോയ വാർത്തകളാണ് കണ്ടെത്താൻ കഴിയുന്നത്. ചിന്തിച്ചു നോക്കണം കാലത്തിന്റെ പോക്ക് എങ്ങനെയാണ്. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലത്തിന്റെ ചതിയെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. റസൂൽ പറഞ്ഞത് എത്ര സത്യം. ഹദീസുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്, പറഞ്ഞാൽ തീരില്ല. സമയമില്ലാത്തതുകൊണ്ട് 1 മണിക്കൂറിനുള്ളിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞോളാം. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാലത്തിന്റെ ചുവരെഴുത്തുകളെ ഞാൻ പറയുന്നത്. എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ഞാൻ വാരി വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാലത്തിന്റെ അവസ്ഥകൾ നാം തിരിച്ചറിയണം, ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. ഓരോ ഉപ്പയും ഓരോ ഉമ്മയും. അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളിലേക്ക് സമ്മാനിക്കുന്നത്. അള്ളാഹു കേൾക്കുന്നത് ജീവിതത്തിൽ ഹൃദയത്തിൽ അള്ളാഹു ഇറക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ നാം ഒന്ന് പരിശോധിച്ച് നോക്കുക. എത്രത്തോളം മോശമായൊരു സാഹചര്യത്തിലാണ് മനുഷ്യനല്ലാതെ മാറുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യങ്ങളിൽ കടന്നു പോകും. ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശഭാഷ വ്യത്യാസങ്ങൾക്ക് അതിർവരമ്പുകൾ നിർണ്ണയിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബിയെ ഇതിനേക്കാൾ ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, നേരത്തെ ഞാൻ പറഞ്ഞത് ഡാർക്ക് ഏജ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് ഇരുണ്ട യുഗം. അല്ലാഹു റസൂലിന്റെ നിയോഗം തന്നെ നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ നിയോഗവും മുത്തിന്റെ വിയോഗവും നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? എന്റെ പ്രിയപ്പെട്ട, ഒന്നാമത്തെ സന്ദേശം ലോകാവസാനത്തിന്റെ അടയാളമാണ് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ റസൂൽ ലോകാവസാനത്തിന്റെ ഒന്നാം റസൂൽ. ഇനി ശേഷം ഒരു നബിയില്ല. അള്ളാഹ് റസൂലിനോടുകൂടി അസ്തമിക്കപ്പെട്ടു. ഇനിയൊരു നബിയില്ല. ലോകാവസാനത്തിൽ ഒന്നാമത്തെ അടയാളം പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞു.
അള്ളാഹുവിൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്നു. ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുന്നത്, കണക്ട് ചെയ്യുകയാണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന കുട്ടി പെണ്ണായാൽ ഉപ്പയ്ക്ക് വേദനയാണ് ആളുകളുടെ മുഖത്തേക്ക് നോക്കാൻ. കാരണം അഭിമാനത്തിന് കോട്ടം വരും. ജനിക്കുന്ന കുട്ടി പെണ്ണായാൽ ജീവനോടുകൂടി കൊണ്ട് കുഴിച്ചു മൂടുന്ന ഒരു കാലത്തിന്റെ നടുവിലാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. ആ റസൂലുള്ളാഹി കടന്നു വന്നിട്ട് ഇന്നും കാണാം മക്കയിൽ നിന്ന് 1 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലം. ഇന്നത് ലൈബ്രറി ആയിട്ടാണ്. അതിന് മുന്നോട്ട് പോയി നിൽക്കുമ്പോൾ തന്നെ പോലീസ് ഓടിച്ചുവിടും. നമ്മളവിടെ നിർത്തത്തില്ല. അതിൻ്റെ തൊട്ടടുത്ത്, അതായത് ഇത് മുത്തുനബി ജനിച്ചതാണെങ്കിൽ ആ മുത്തുനബി ജനിച്ച സ്ഥലം ഇന്ന് അതൊരു ബുക്ക് സ്റ്റാൾ പോലെ ആക്കിയിരിക്കുന്നു. തൊട്ട് നേരെ നോക്കിയ അബൂജഹലിന്റെ വീട് കാണാം, ബാത്റൂം ആക്കി മാറ്റി. ചിന്തിച്ചു നോക്കും. അള്ളാഹു മുത്തുനബിയെ എത്രത്തോളം ആദരിച്ചു. ആ മുത്തുനബിയെ വല്ലാതെ ഉപദ്രവിച്ചവന്റെ അവസ്ഥ എന്തായി? അഹങ്കരിച്ചവന്റെ അവസ്ഥ. സമയമുണ്ടെങ്കിൽ ഞാൻ അവസാനം അതിലേക്കാണ് കടക്കുന്നത്. അള്ളാഹു കേൾക്കാൻ തോപ്പിക്ക് നൽകുമാറാകട്ടെ. കസേര ഓടിച്ച എരിയുമ്പോൾ കഴിഞ്ഞ് മുമ്പിൽ വന്നാലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലഘട്ടം ഇത്രയും കലുഷിതമായ ഒരു അന്തരീക്ഷമാണ്. മുത്തുനബി വന്ന് സ്വർഗത്തിന്റെ, ഞാൻ നബിയാണെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പരിഹസിച്ചു. ആ അബൂജഹലിന്റെ ഒക്കെ വീടിന്റെ അവസ്ഥയാണ്, ബാത്റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അള്ളാഹ് റസൂൽ പറഞ്ഞപ്പോ, നീയാണോ മുഹമ്മദേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? അധികാരം നിന്റെ കയ്യിൽ ഇല്ലല്ലോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആൽബലം നിന്റെ കയ്യിൽ ഇല്ലല്ലോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണവും പ്രതാപവും ഞങ്ങളിലാണ്, രാജാധികാരവും ഞങ്ങളിലാണ്, എന്നിട്ട് എത്തിമായോ നബിയായി വന്നോ. പരിഹസിച്ച ആ കാലഘട്ടത്തിലുള്ള ആളുകൾ കളിയാക്കിയത് എങ്ങനെയാണ്? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം ക്ഷമിച്ചു. നബി മുഹമ്മദ് മുസ്തഫ റസൂലിനൊരു ദൗത്യമുണ്ടായിരുന്നു. ആ ദൗത്യം അറഫാത്തിന്റെ മലമുകളിൽ പൂർത്തീകരിക്കപ്പെടണം. ഇന്നും കാണാം ജബലുർ റഹ്മ, അള്ളാഹ് റസൂൽ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയ സ്ഥലം. അറഫ മൈതാനിയിൽ ലോക ജനകോടികൾ ഒരുമിച്ച് കൂടുകയാണ്. ഈ മാസം യാത്ര തിരിച്ചു കഴിഞ്ഞു. ഞാനിങ്ങാണ്ടിങ്ങ് വന്ന 22-ാം തീയതിയാണ്. 28ഓടുകൂടി ഉംറയുടെ ആളുകൾ ക്ലോസ് ആയി. പിന്നെ അതിനുശേഷം നിന്നാൽ 1 ലക്ഷത്തോളം റിയാൽ പിഴയാണ്. ഹാജിമാർ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അറഫയിൽ അള്ളാഹ് റസൂലിന് ഒരു ദൗത്യമുണ്ടായിരുന്നു. ആ ദൗത്യം പൂർത്തീകരിക്കാനായിരുന്നു മുത്തുനബി ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചത്. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. റസൂലിന്റെ പേര് ആശിഖിന്റെ ഹൃദയത്തിൽ ഒരു മാറ്റം സംഭവിക്കപ്പെടും. അതാണ് നബി മുഹമ്മദ് മുസ്തഫ. ഏത് ടെൻഷൻ ഉണ്ടെങ്കിലും നബി മുഹമ്മദ് മുസ്തഫ. കാരണം വേദനിപ്പിച്ചവരോട് പുഞ്ചിരി തൂകി നബി മുഹമ്മദ് മുസ്തഫ. എത്രത്തോളം വെച്ചാൽ ത്വായിഫിന്റെ മണലാർ റസൂലുള്ളാഹി മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാട് കടത്തി മക്കയോട് കഥ പറഞ്ഞു. റസൂലുള്ള കരഞ്ഞ കണ്ണുമായി കടന്നുപോയി നബി മുഹമ്മദ് മുസ്തഫ. തുറന്നു തരുമോ എന്ന് ചോദിച്ചു. കഅബാലയത്തിൽ കയറി ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ ഇല്ല മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് റസൂലുള്ള പറഞ്ഞൊരു വാക്ക് പിൽക്കാലത്ത് ചരിത്രം രേഖപ്പെടുത്തുന്നു. ചോദിച്ച മനുഷ്യനോട് പറഞ്ഞു, ഇന്ന് മുഹമ്മദാണ് നിന്നോട് ചോദിക്കുന്നതെങ്കിൽ കഅബയുടെ താക്കോല് തരാൻ ചോദിച്ചപ്പോ നിന്റെ കയ്യിൽ താക്കോലിരിക്കുന്നത് നീ തന്നില്ല എങ്കിൽ നീ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ വരും, ഞാൻ നിൽക്കുന്ന യാചിക്കുന്ന ഈ അവസ്ഥയിൽ നീ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാലം അതിന് സാക്ഷിയായി സഹോദരങ്ങളെ, മക്ക വിജയം കിട്ടി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിലേക്ക് മക്ക വിജയം മുത്തുനബിയുടെ കരങ്ങളിലേക്ക് അല്ലാഹു കൊടുത്തു. റസൂലുള്ളാഹി പറഞ്ഞത് സത്യമായി പുലർന്നു. ആ മനുഷ്യൻ റസൂലുള്ളാഹി പറഞ്ഞെടുത്ത് നിന്നു. നബി അവിടെ നിന്നു. കാലം കടന്നുപോയി. റസൂലുള്ളാഹിയുടെ മുമ്പിൽ യാചിക്കുന്നത് പോലെ ഈ മനുഷ്യൻ നിന്നു എന്നാണ്. കാരണം കാലങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? റസൂലുള്ളാഹി ചോദിച്ചു. റസൂലിന് ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അതാണ് റസൂൽ ചോദിച്ചത്, നീ ഇപ്പോൾ മുഹമ്മദിന്റെ കാൽക്കീഴിലാണ് ഈ മക്ക, നീ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നബി മുഹമ്മദ് മുസ്തഫ, അങ്ങ് അമീനാണ്, അങ്ങ് വിശ്വസ്തനാണ്, അങ്ങയിൽ നിന്ന് നന്മയല്ലാതെ ഒന്നും പ്രതീക്ഷിക്കില്ല. റസൂലുള്ളാഹി അതേ കഅബാലയത്തിന്റെ താക്കോൽ ആ മനുഷ്യന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. നബി മുഹമ്മദ് മുസ്തഫ ഇത്രയും അള്ളാഹു റസൂൽ സ്നേഹം സമ്മാനിച്ചു. അതാണ് റസൂലുള്ളാഹി പുഞ്ചിരി തൂകി. അള്ളാഹു റസൂലിനെ മക്കയിൽ നിന്ന് നാട് കടത്തി. റസൂലുള്ളാഹി തന്റെ ഉമ്മയുടെ നാടായ സഖീഫ് ഗോത്രത്തിലേക്ക് പോയി. പ്രതീക്ഷയോടുകൂടി ത്വായിഫിന്റെ മണലാരുണ്യത്തിലേക്ക് പോയി മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ത്വായിഫിൽ പോകും ഇപ്പോൾ കേരളത്തിന്റെ ഒരു അവസ്ഥ കാണണമെങ്കിൽ ത്വായിഫിൽ പോയാൽ മതി. അവിടെ കൃഷിയൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ
വിളവെടുക്കുന്ന ഒരു സ്ഥലം തോയിഫിൽ. സൗദിയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് തോയിഫ്. ഏതാണ്ട് മക്കയിൽ നിന്ന് 125-130 കിലോമീറ്റർ ദൂരം തോയിഫ്. ആ തോയിഫിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് സഞ്ചരിക്കുമ്പോൾ വലതു ഭാഗത്ത് ഇടതു ഭാഗത്തും പച്ച ചെടികൾ എന്നതുപോലെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തോയിഫിൽ ഇപ്പോഴും ഒരു പ്രത്യേകത നമുക്ക് കാണാം. തോയിഫിലാണ് ഏറ്റവും കൂടുതൽ ഭ്രാന്താശുപത്രി ഉള്ളതെന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കല്ലെറിഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു തകർത്ത് തരിപ്പണമാക്കട്ടെ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു റസൂൽ അപ്പോൾ സ്നേഹം സമ്മാനിച്ചു, അള്ളാഹു റസൂൽ കരുണ കൊടുത്തു. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കരുണ കൊടുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലഘട്ടത്തിൽ വന്ന വലിയ പ്രയാസങ്ങൾ സഹിച്ചു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് വരാനിരിക്കുന്ന ഒരു പ്രതീക്ഷയുടെ നാളുണ്ട്. ആ നാളിൽ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ പരിശ്രമിച്ചു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീകൾക്ക് വിമോചനം കൊടുക്കാൻ അള്ളാഹുവിന്റെ റസൂല് തൻ്റെ ജീവിതം കൊണ്ട് മാറ്റിവെച്ചു. 23 വർഷക്കാലത്തിന്റെ ഉള്ളിൽ തൻ്റെ ദൗത്യം അതായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. വെളിച്ചമെന്നറിയാത്ത ഒരു സമൂഹത്തിന് വെളിച്ചം പാകി കൊടുക്കാൻ തൻ്റെ 23 വർഷക്കാലത്തെ ആ പ്രബോധനം മാറ്റിവെച്ചു നബി മുഹമ്മദ് മുസ്തഫ. മധുമൊഴി തീർത്തൊരു പൂവേ മഹ്മൂദേ, മാണിക്യം മരതകം നാണിക്കുന്നുണ്ടൊരു ചേലേ പനിനീരേ. ഉപദ്രവിച്ചപ്പോൾ ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം. അല്ലാഹു റസൂലിനെ കുറിച്ച് പഠിക്കണം. ആ റസൂലിന്റെ വിയോഗവും പഠിക്കുമ്പോഴാണ് അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മയുടെ വഴിത്താരകളിലൂടെ കടന്നു പോകും. തിന്മയിൽ കടന്ന മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുപോയതുപോലെ നമുക്കും ഒരു റോൾ മോഡൽ കാണിച്ചു തന്നു. ആരിലൂടെ? നബി മുഹമ്മദ് മുസ്തഫ. ഒരു ആട് മേയ്ക്കുന്ന ഒരു മനുഷ്യനും റോൾ മോഡലുണ്ട് നബി മുഹമ്മദ് മുസ്തഫ. പുല്ലും ചെത്തുന്ന ഒരു മനുഷ്യനും റോൾ മോഡലുണ്ട് നബി മുഹമ്മദ് മുസ്തഫ. കരയുന്ന മനുഷ്യനും റോൾ മോഡലുണ്ട് നബി മുഹമ്മദ് മുസ്തഫ. യതീമായ മനുഷ്യനും റോൾ മോഡലുണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പ്രിയപ്പെട്ട തങ്ങൾ അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുലൂ തക്ബീർ, കുലൂ തക്ബീർ. തങ്ങളെ കാണുന്ന മൂന്നാറിൽ വെച്ചുള്ള ആ സമയത്തുള്ള പരിചയം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ നിർത്താൻ സമയമായ ഇല്ലെന്ന് മാക്സിമം വളർത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ തൻ്റെ ദൗത്യം തുടങ്ങി. ഒരുപാട് നമ്മൾ കേട്ട ചരിത്രം, അതുകൊണ്ടാണ് അതിലേക്കൊന്നും ഞാൻ കടക്കാതെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ദൗത്യം അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തീകരിച്ച് എത്ര വർഷം കൊണ്ട് ഒരു പുരുഷായുസ്സിൽ ചെയ്തു തീർക്കാൻ കഴിയാത്ത പ്രവർത്തനമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. 23 വർഷക്കാലത്തിന്റെ ഉള്ളിൽ 24,000 പ്രാവശ്യം മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്ത് റസൂലിന്റെ അടുക്കലേക്ക് ചക്രവാള സിംഹങ്ങളെയും കീറി മുറിച്ച് പറന്നിറങ്ങയില്ലയോ. അവസാനം അറഫാത്തിന്റെ മലമുകളിൽ അള്ളാന്റെ റസൂൽ സഹിച്ച ത്യാഗങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുകയോ. അള്ളാന്റെ റസൂലിന് ആയത്തിറങ്ങുന്നു, നബിയെ അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ-ഇസ്ലാമ ദീനാ. നബിയെ, അങ്ങേക്ക് ദീനിനെ അല്ലാഹു പൂർത്തീകരിച്ചു തന്നു നബിയെ. ഇന്നേ ദിവസം ദീനിനെ അല്ലാഹു പൂർത്തീകരിച്ചു തന്നു നബിയെ. അറഫാത്തിന്റെ മലമുകള് ജബലുർ റഹ്മ പറയുന്ന ചരിത്രമതാ. അല്ലാഹുവിന്റെ റസൂൽ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയപ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോകാത്തവൻ ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ മണ്ണിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് മദീനയിലേക്ക് മടങ്ങണേ, നിങ്ങളൊന്ന് മക്കയിലേക്ക് മടങ്ങണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. കാരണം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യമുള്ള സദസ്സാണ്. അല്ലാഹു നമ്മുടെ ദുആകൾ സ്വീകരിക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൈന്ദവന്റെ മണ്ണിലാണെങ്കിലോ ശ്രീകൃഷ്ണന്റെ ചിത്രമുണ്ട്, യേശുവിന്റെ മണ്ണിലാണെങ്കിലോ കുരിശിനെ കാണാൻ കഴിയാ. പക്ഷേ മുത്ത് റസൂലിന്റെ ചിത്രം എവിടെ? ഹൈന്ദവന്റെ മണ്ണിലാണെങ്കിലോ കൃഷ്ണനെ കാണാൻ കഴിയോ, ക്രൈസ്തവന്റെ മണ്ണിലാണെങ്കിലോ കുരിശിനെ നമുക്ക് കാണാൻ കഴിയോ. പക്ഷേ ഇല്ല, മുത്ത് റസൂലിന്റെ ചിത്രം എവിടെ?
മുത്ത് റസൂലിന്റെ ചിത്രം എവിടെ? ഇല്ല, മക്ക ഹറമിലില്ല, മദീന റൗളയിലില്ല. 19-ാം നൂറ്റാണ്ട് കണ്ട ഡാവിഞ്ചി എന്ന ചിത്രകാരന് വരയ്ക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. എന്തുകൊണ്ടാണ് മുത്ത് റസൂലിന്റെ ചിത്രം കാണാൻ കഴിയാത്തത്? ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലുണ്ട് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂലിന് എന്നെയും നിങ്ങളൊക്കെ ഒരു ഫോളോവേഴ്സിന്റെ ആവശ്യമില്ല. ഇന്ന് ട്വിറ്ററിലൂടെ അതല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ സ്വീകരിക്കുന്നവരാണ് ഞാൻ നിങ്ങളുമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുക. നോ വാട്സ്ആപ്പ്, നോ ഫേസ്ബുക്ക്, നോ ട്വിറ്റർ, ബട്ട് 1.8 ബില്യൺ ഫോളോവേഴ്സ് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. ഒരു ട്വിറ്ററിന്റെ സഹായമില്ലാതെ 1.4 ബില്യൺ ഫോളോവേഴ്സിനെ ലോകത്ത് സമ്മാനിച്ച ആമിനയുടെ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ട്വിറ്ററിന്റെ സഹായം വേണ്ടി വന്നില്ല, ഒരു ഫേസ്ബുക്കിന്റെ സഹായം വേണ്ടി വന്നില്ല, ഒരു യൂട്യൂബിന്റെ ഫോളോവേഴ്സിന്റെ ആവശ്യം വന്നില്ല. നബി മുഹമ്മദ് മുസ്തഫ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക് റസൂലുള്ളാഹിയുടെ ഫോളോവേഴ്സ് എത്രയാണ്? ഏറ്റവും ടോപ്പ് പേര് ഏതാണ് സെർച്ച്? നബി മുഹമ്മദ് 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 മുസ്തഫ. അല്ലാഹു മുത്ത് റസൂലിനെ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. പഠിച്ചാൽ പറഞ്ഞാലും തീരാത്ത മുത്തേ മുഖ്ബിറേ സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു റസൂൽ തന്റെ ദൗത്യം പൂർത്തീകരിക്കാനായിരുന്നു അല്ലാഹു റസൂൽ ഇത്തരം ത്യാഗങ്ങളൊക്കെ സഹിച്ചത്, അല്ലാഹു റസൂൽ ഇത്തരം വേദനകളൊക്കെ സഹിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത്രയും ത്യാഗം അല്ലാഹു റസൂൽ സഹിച്ചതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. തന്റെ ദൗത്യം ഒന്ന് പൂർത്തീകരിക്കാനായിരുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ പ്രവാചകനെ നൽകിയത് എന്തിനാണ്? ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കണം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്ത് എല്ലാവരും ഇൻഷാ അല്ലാഹ് പഠിച്ചു വെച്ചോ. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. അഊദ് ഓതിയിട്ട് ബിസ്മി ഓതാതെ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുത്ത് നബിയുടെ 5 പ്രത്യേകതകൾ ഈ ആയത്തിൽ സൂറത്തു തൗബ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഔദ് ഓതിയിട്ട് ബിസ്മി ഓതാതെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നിത്യമാക്കിക്കൊള്ളുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ കൂടെ പറ, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇതിന്റെ വിവരണത്തിന് സമയം കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത് സ്നേഹമായിട്ടായിരുന്നു, കരുണയായിട്ടായിരുന്നു. കലുഷിതമായ അന്തരീക്ഷത്തിൽ പഠിക്കണം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹിയെ വധിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ വന്നു. റസൂലുള്ളാഹി ചാടി എഴുന്നേറ്റു. ചിന്തിച്ചു നോക്കണം, 22-ാം നൂറ്റാണ്ടിൽ കഴുത്തറുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അരക്കുപ്പികളും അരക്കുകയും വസ്ത്രമില്ലാത്ത പെണ്ണിനെയും കാണിച്ചു കൊടുക്കാൻ, ആരുടെ അടിവയറ്റിലേക്ക് കത്തി കുത്തി കയറ്റാൻ മടി കാണിക്കാത്ത മനുഷ്യൻ ജീവിക്കുന്ന ഈ 22-ാം നൂറ്റാണ്ടിൽ അള്ളാഹുവിന്റെ റസൂലിനെ പഠിക്കണം. മുത്തുനബിയെ കൊല്ലാൻ ഒരു മനുഷ്യൻ വന്നു. അള്ളാഹു റസൂലിനെ കൊല്ലാൻ വന്നു. റസൂലുള്ളാഹി ചാടി എഴുന്നേറ്റു. അള്ളാഹു റസൂൽ പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഏയ് എന്റെ അനുയായികൾ ഉറക്കത്തിലാണ്, എന്റെ ഉമർ ഉറക്കത്തിലാണ്, അവരെങ്ങാനും എഴുന്നേറ്റാൽ നിന്റെ ശിരസിൽ പിന്നെ തല കാണില്ല മനുഷ്യ. അവരെഴുന്നേൽക്കുന്നതിനു മുമ്പ് നീ ഇവിടെ നിന്ന് യാത്ര തിരിച്ചോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൊല്ലാൻ വന്നവനോട് കരുണ കാണിച്ച നബി മുഹമ്മദ് മുസ്തഫ. ആ മനുഷ്യന്റെ അറിയാതെ കയ്യിലിരുന്ന വാൾ താഴേക്ക് വീണു. അറിയാതെ പറഞ്ഞു പോയി, നബിയേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബി മുഹമ്മദ് മുസ്തഫ. നമ്മളെയാണ് വീട്ടിൽ എല്ലാവരും വാളം കൊണ്ട് നിന്നാൽ പറ്റുന്ന ആളുകളൊക്കെ വിളിക്കുക, അയൽക്കാരെ പറ്റുന്നതൊക്കെ വിളിച്ചു കൂട്ടും. പെട്ടെന്ന് റസൂലുള്ളാഹി സ്വീകരിച്ച സ്വീകാര്യത എത്ര മനോഹരമായിരുന്നു. എന്നെ കൊല്ലാമെന്ന മനുഷ്യൻ, റസൂലുള്ളാഹി കൊല്ലാമെന്ന മനുഷ്യൻ, റസൂലുള്ളാഹി പറഞ്ഞു എന്റെ സഹാബത്ത് ഉറക്കത്തിലാണ്, അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നീ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക. അവിടെ കൈ കെട്ടിയാൽ പിന്നെ നിന്റെ കാര്യം ജീവിതം നഷ്ടത്തിലാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ കരുണയുടെ ദീപം ചാർത്തിയപ്പോഴാണ് ആ മനുഷ്യൻ ഇസ്ലാമിന്റെ തീരങ്ങളിലേക്ക് വന്നത്. ഇതാണ് ഇസ്ലാം. ഇസ്ലാം ലോകത്ത് സംഭാവന ചെയ്യുന്ന ഒരു പാത ഇതാണ്. കാരുണ്യമാണ്, കരുണയാണ്, വാത്സല്യമാണ്, സ്നേഹമാണ്. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് സംഭാവന ചെയ്തത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ വർഗീയതകൾ പറയുന്നവർ എന്നിൽപ്പെട്ടവരല്ലാതെ റസൂൽ എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ റസൂലിനെ ഈ കാലഘട്ടത്തോട് ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കണം. ഈ കാലഘട്ടത്തിന്റെ അവസ്ഥകൾ പഠിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനല്ലാതെ വേറെ ആരെയാണ് ഒന്ന് റോൾ മോഡലാക്കാൻ നമുക്ക് കഴിയുക? ആരെയാണ് നമുക്ക് റോൾ മോഡലാക്കാൻ കഴിയുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. അള്ളാഹുവിന്റെ റസൂൽ നമ്മെ സ്നേഹിച്ചു. നമുക്കൊരു ബാധ്യതയുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രത്തോളം നമ്മളെ സ്നേഹിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയണം. സൂറത്തുൽ ദുഹ ഇറങ്ങി, പലപ്പോഴും നിങ്ങൾ കേട്ടവരാണെന്ന് വിശ്വസിക്കുന്നു. സൂറത്തുൽ ദുഹ ഇറങ്ങി. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹ് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചുരുക്കാനാണ് നോക്കുന്നത് പറ്റുന്ന രീതിയിലൊക്കെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിച്ച് നിൽക്കുന്ന അബൂ താലിബ്, അള്ളാഹുവിന്റെ റസൂലിന് ആശ്വാസമായിരുന്ന അബൂ താലിബ് ലോകത്തോട് ഇവിടെ പറഞ്ഞു. 2 ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ജന്നത്തുൽ മുഅല്ലയിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ നിങ്ങൾ പോകണം, പോകാത്തവരും പോകണം. അതിനുവേണ്ടി ഞാൻ ആവർത്തിച്ച് പറയും, പോയി നിൽക്കണം. ആ ഖദീജ ബീബി റളിയല്ലാഹു, ഞാൻ ഈ ഹിറാ ഗുഹ കയറുമ്പോൾ ഏതാണ്ട് 3:30 കയറി അവിടെ എത്തുന്നത് 6 മണിക്കാണ്. 2 മണിക്കൂറോളം കയറേണ്ടി വന്നു. ചിന്തിച്ചു പോയി, പ്രായമായ 40 വയസ്സുള്ള ഖദീജ ബീവി എങ്ങനെയാണ് ഇത്രയും വലിയ ദൂരയിലേക്ക് ചെന്നെത്തിയതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കും. അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ സഹിച്ച ത്യാഗങ്ങൾ. ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിട പറഞ്ഞു. ഖദീജ ബീവി മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശാകേന്ദ്രമായിരുന്നു. ഇക്രയിന്റെ ഇടിനാഥ ഹീറാ ഗുഹയിൽ ഇറങ്ങിയപ്പോ അള്ളാഹു റസൂൽ ഓടിയത് കൂട്ടുകാരുടെ അടുക്കലേക്കല്ല, നാട്ടുകാരുടെ അടുക്കലേക്കല്ല. മുത്തു റസൂൽ ഓടിയത് ഹിറാ ഗുഹയിൽ അള്ളാഹുവിന്റെ റസൂൽ ധ്യാന നിപുണനായിരിക്കുമ്പോ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ വായിക്കാനുള്ള ആഹ്വാനമായി വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം ഹിറാ ഗുഹയുടെ അന്തരാളങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ഓടിയത് എവിടേക്കെന്നറിയുമോ? സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ. അള്ളാഹുവിന്റെ റസൂൽ പറയാതെ പറയുന്ന ഒരു ചരിത്രമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കൂട്ടുകാരുടെ അടുക്കലേക്കല്ല ഓടിയത്, അള്ളാഹുവിന്റെ റസൂൽ ഓടിയത് സ്വന്തം ഭാര്യയുടെ അടുക്കലേക്കാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, നിങ്ങൾക്കാണ് ആശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയുക. വേദനിക്കുന്ന മനസ്സുമായി വരുന്ന ഭർത്താവിന്റെ മനസ്സിന് ആശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയുന്നത് അത് ഭാര്യ എന്ന 2 അക്ഷരത്തിലാണെന്ന് പറയാതെ ഇഖ്റയിന്റെ ഹിറാ ഗുഹയുടെ ചരിത്രം നമ്മോട് പറയുമ്പോ അത് തന്നെ അല്ലേ റസൂലുള്ളാഹി സ്വന്തം ഭാര്യയായ ഖദീജ ബീവിയുടെ അടുക്കലേക്ക് ഓടി നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു റസൂൽ ആ ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു. അബൂ ത്വാലിബ് വിട പറഞ്ഞു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഹി നിലച്ചു, ജിബ്രീലിന്റെ വരവ് നിലച്ചു, ആളുകൾ പരിഹസിച്ചു. അള്ളാഹുവിന്റെ റസൂൽ വേദനിച്ച മനസ്സുമായി. അഭിപ്രായങ്ങൾ വ്യത്യാസമാണ്. 4 മാസത്തോളം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ വരുന്നില്ല. ആളുകൾ പരിഹസിച്ചു. എന്റെ മുഹമ്മദ്, നിന്റെ റബ്ബ് നിന്നോട് പിണങ്ങിയോ നബി മുഹമ്മദ് മുസ്തഫ? അള്ളാഹു റസൂൽ വേദനിച്ചിരിക്കുന്നു. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, ജിബ്രീലെ പറന്നിറങ്ങിക്കൊള്ളുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാ. ഓ നബിയേ, വല്ലാഹു വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വല്ലാഹു സമയത്ത് തന്നെയാണ് സത്യം. ഓ നബിയേ, ഓ നബിയേ, വല്ലാഹു വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അങ്ങേ അല്ലാഹു കൈവിട്ടിട്ടില്ല നബിയേ, അല്ലാഹു അങ്ങേ കൈവിടില്ല നബിയേ. അങ്ങ് ആശ്വസിച്ചു കൊള്ളുക നബിയേ. എന്നിട്ട് ഖുർആൻ പറയുകയാ, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. അങ്ങേക്ക് എല്ലാ അനുഗ്രഹങ്ങളും നാളെ അല്ലാഹു തരും തിരുദൂതരേ. എല്ലാ അനുഗ്രഹങ്ങളും തരും. അങ്ങ് വേദനിക്കരുത്, പ്രയാസപ്പെടേണ്ട, അങ്ങ് കരയരുത് നബിയേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു റസൂലുള്ളാഹി ഓർത്തു. ആരെ? എന്നെ നിങ്ങളെ. ലാ അർദ വാഹിദു മിൻ ഉമ്മത്തി ഫിന്നാർ. തഫ്സീർ ജലാലൈനിൽ മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ അർദ വാഹിദു മിൻ ഉമ്മത്തി ഫിന്നാർ. ഞാനോ നിങ്ങളോ നരകത്തിൽ കിടന്ന റസൂലുള്ളാഹിക്ക് സന്തോഷമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ഈ ആയത്ത് ജിബ്രീൽ റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാം ഇൻഷാല്ലാഹ് സമാപനത്തിലേക്ക് പോകാം. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ ഒരു ബക്കറ്റ് വരും. ഇപ്പോഴല്ല ഇൻഷാല്ലാഹ്, ഞാൻ പറഞ്ഞിട്ടിട്ടാ കേട്ടോ. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർത്തത് എന്നെ നിങ്ങളെയുമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞുള്ള നബിയല്ലേ.
ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ, ഉരുകുമി പാപിതൻ വ്യഥയങ്ങു തീർത്തില്ലേ, ഉലകിലിവൻ ചെയ്ത പാപം പൊറുക്കില്ലേ, ത്വാഹാ നബിയേ കനവിൽ വരുമോ നിധിയേ. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ ഈ സമയം നിങ്ങൾ ഉപയോഗിക്കണേ, വിനിയോഗിച്ചു കൊള്ളണേ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാ. അതുകൊണ്ട് കാലഘട്ടം കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാ. ജീവിതത്തിന് നന്മയിലേക്ക് കൊണ്ടുപോകണേ, നമ്മുടെ ജീവിതത്തിന് സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ കൊണ്ടുപോകണേ. ഒരു മഹാമനുഷ്യൻ പറഞ്ഞതുപോലെ ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതം എത്ര മോശമാ. മറാക്കിബുക്കും കാറൂനിയ വബുയൂതുക്കും കിസ്റവിയ വബുയൂതുക്കും കൈസരിയ വമനാഹിബുക്കും ശൈത്താനിയ വഅഫ്ആലുക്കും ജാഹിലിയ വഅഫ്കാറുക്കും ഫിർഔനിയ ഫൈന ശരീഅത്തി മുഹമ്മദിയ. നിന്റെ ജീവിതവും നിന്റെ നടത്തവുമാണെങ്കിലോ കാറൂനിനെ പോലെയാണല്ലോ, നിന്റെ അഹങ്കാരം ഫിരൗനിനെ പോലെയാണല്ലോ, നിന്റെ മണിമാളികളാണെങ്കിലോ കിസ്റ കൈസർ കോട്ടകളെ കിടിലം കൊള്ളിക്കുന്നത് പോലെയാണല്ലോ. ആ മനുഷ്യൻ ചോദിക്കുന്നു, ഫൈന ശരീഅത്തി മുഹമ്മദിയ, എവിടെ നീ മുഹമ്മദിന്റെ ആളാണെന്ന് പറയുമ്പോ അയിന ശരീഅത്തി മുഹമ്മദിയ, എവിടെ മുഹമ്മദിന്റെ ശരീഅത്ത് നിന്റെ ജീവിതത്തിൽ എവിടെ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ ശരീഅത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വരണേ. അല്പം പണം വരുമ്പോ, മസിൽ പവർ വരുമ്പോ, മണി പവർ ഒരുമിച്ച് കൂടുമ്പോ അഹങ്കരിക്കരുതേ. അഹങ്കരിച്ചവരും ഇന്ന് മ്യൂസിയത്തിലുണ്ട്, അഹങ്കരിച്ചവരും ഇന്ന് ഈജിപ്തിന്റെ മ്യൂസിയത്തിലുണ്ട്. അഹങ്കരിച്ചവൻ പോലും അവസാനം പറഞ്ഞത് എന്താ? ലോകം കണ്ട ഞാൻ അല്ല എന്ന് പറഞ്ഞു. അന റബ്ബുകുമൽ അഅ്ലാ, അല്ല ഞാനാണ് ഞാനാണ് ഞാനാണെന്ന് മൂസാ നബിയോട് ആവർത്തിച്ചു പറഞ്ഞു. സാക്ഷാൽ ഫറോവയെ നിങ്ങൾക്കറിയുമല്ലോ, ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഫറോവയുടെ അഹങ്കാരം എത്രത്തോളം വലുതായിരുന്നെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാര്, പണത്തിന്റെ പേരിൽ അഹങ്കരിച്ചവരും ഇന്ന് മണ്ണിലാണ്. പണത്തിന്റെയും മസിൽ പവറിന്റെയും മണി പവറിന്റെയും അഹങ്കരിച്ചവന് അവസാനം പറഞ്ഞ വാക്കുണ്ട്. സാക്ഷാൽ ഫറോവയോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കണേ ഫറോവ. ഫിരൗനോട് പറഞ്ഞപ്പോഴും ഇല്ല ഇല്ല. പക്ഷേ ചെങ്കടൽ തന്റെ അണ്ണാക്കിലോട്ട് അടിച്ചു കയറിയപ്പോ, ചെങ്കടലിലേക്ക് മരണത്തിന് മുഖാമുഖം കണ്ടപ്പോ ഫറോവ പറഞ്ഞ വാക്ക് ഖുർആൻ പറയുകയാ, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ. ഞാൻ വിശ്വസിക്കാമെന്ന് ഉപ്പുവെള്ളം തന്റെ അണ്ണാക്കിലോട്ട് അടിച്ചു കയറിയപ്പോ, ഇത്രയും നാൾ അഹങ്കരിച്ചവ, കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയവ, അവന്റെ അണ്ണാക്കിലോട്ട് ഉപ്പുവെള്ളം അടിച്ചു കയറിയപ്പോ ആ സമയത്ത് ഫറോ പോലും പറഞ്ഞത് ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായീലിനെ മൂസ വിശ്വസിക്കുന്ന റബ്ബേതാണോ, പിന്നെ ഞാനും വിശ്വസിക്കാമെന്ന് സാക്ഷാൽ ഫറോവയെ കൊണ്ടുപോലും അല്ലാഹു പറയിപ്പിച്ചെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അഹങ്കരിക്കരുതേ. ഒട്ടാനി മുന്തുള്ളി പിഞ്ചോരക്കട്ട, നിൻ പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട, ഈ റൂഹൊന്നു വിട്ട ചത്ത ചകമല്ല പൊട്ട, പറന്നിൻ്റുടൽക്കെന്തു ബഹുമാനം പൊട്ട. ഈ റൂഹ് വിട്ടാൽ നീ ഒന്നുമല്ല മനുഷ്യ. ഈ 6 അടി ശരീരം 6 അടി മണ്ണിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോ നൂറനാട് മണ്ണിന്റെ ഖബർസ്ഥാനിലേക്ക് ഖബറൊരുക്കപ്പെട്ട് കഴിഞ്ഞാൽ, സഹോദര സഹോദരി, ഓരോ മരണവും നമുക്ക് നൽകുന്ന പാഠം, ഇവിടത്തെ സന്തോക്ക് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അത്തക പുത്തക 4 കാല്, അവൻ താനെ നടപ്പിലോ 2 കാല്, ചീമുളപ്പിലോ 3 കാല്, അവൻ ഊருக்கு പോകിലോ 10 കാല്. നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബക്കറ്റ് വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദര, കയ്യിലിരിക്കുന്ന സമ്പാദ്യം കൊടുക്കാൻ പിശാച് നമ്മളെ സമ്മതിക്കില്ല. പക്ഷേ ചിന്തിക്കണേ, അത്തക പുത്തക 4 കാല്. നിന്റെ ഉമ്മയുടെ ഗർഭാശയ ലോകത്ത് നിന്ന് നിന്റെ ജീവിതം നീ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കവി പറഞ്ഞതുപോലെ ജനിക്കുന്ന കുട്ടിയോട് കവി ചോദിക്കുകയാ, മുത്തേ കണ്ണേ തേനേ പാലേ മുട്ടി സേ ക്യാ ഹേ
ആനേ വാല ജിന്ദഗി സ്വപ്നാഹേ. ഉറുദു കവി വാഴ്ത്തപ്പെടട്ടെ. ഉമ്മയുടെ ഗർഭാശയ ലോകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന കുട്ടിയോട് കവി ചോദിക്കുന്ന പൊന്നുമോനെ, നീ കൈ മുറുക്കി പിടിച്ചിട്ടാണല്ലോ വരുന്നതടാ. മുത്തേ കണ്ണേ തേനേ പാലേ മുട്ടി സേ ക്യാ ഹേ. എന്തിനാ മോനെ നിന്റെ കൈകൾ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് നീ ഉമ്മയുടെ ഗർഭാശയ ലോകത്ത് നിന്ന് വരുന്നത്? കവി ചോദിച്ചപ്പോ കുട്ടി പറയുന്നതായി കവി തന്നെ, ഉറുദു കവി തന്നെ വർണ്ണിക്കുകയാ. ആനേ വാല ജിന്ദഗി സ്വപ്നാഹേ. ഈ കൈയുടെ ഉള്ളിൽ എനിക്ക് സ്വപ്നങ്ങളാ. സഹോദര സഹോദരി, സ്വപ്നങ്ങളുമായിട്ട് ലോകത്തേക്ക് വന്നവരാണ് ഞാൻ നിങ്ങള്. ആരുടെ സ്വപ്നങ്ങളാണ് ഇതേവരെ പൂവണിഞ്ഞിട്ടുള്ളത്? ലോകം മുഴുവനും പിടിച്ചടക്കാൻ വേണ്ടി ജീവിതം നെട്ടോട്ടമോടിയ അലക്സാണ്ടർ ചക്രവർത്തി പോലും മരിക്കുന്ന സമയത്ത് പറഞ്ഞതെന്താ? ലോകം മുഴുവനും ഞാൻ ഓരോ രാജ്യങ്ങളും കീഴടക്കി, പക്ഷെ ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ കൈകൾ നിങ്ങൾ പുറത്തേക്ക് ഇടണേ. ആളുകൾ ചോദിച്ചെന്തിനാണ്? ഞാനൊന്നുമില്ലാത്തവനായി മടങ്ങുന്നവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സ്വപ്നങ്ങളുമായി വന്ന മനുഷ്യ, മോഹങ്ങളുമായി വന്ന മനുഷ്യ, നിന്റെ മോഹങ്ങൾ പോത്തുലയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉപ്പമാര് ഉമ്മമാര്, നമുക്ക് മോഹം പങ്കർന്നു തന്നവരുന്ന് മണ്ണറയില്ല. ഈ വിനീതന്റെ മാതാപിതാക്കളടക്ക, ഇവിടെ വന്ന നിങ്ങളുടെ മാതാപിതാക്കളടക്ക, അവരും ഇന്ന് 6 മണ്ണടിത്തട്ടിലാണ്. അവരും പച്ചമാംസങ്ങൾ പുഴു തിന്നുകയാണ്. അവരും ചിതലും പുഴുക്കള് താവളം പെരുത്തുണ്ടതിൽ. നിന്റെ പൂർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, മൃദുലമായ ശരീരത്തിലേക്ക് പുഴുക്കൾ കയറാൻ തുടങ്ങുന്ന കബറിന്റെ ആരവങ്ങൾ, അതിനുവേണ്ടി തുടക്കം കുറിക്കുന്നതാണ് അത്തക. നിന്റെ സ്വപ്നങ്ങളും മോഹങ്ങളുമായി ജീവിച്ചിങ്ങനെ വരുമ്പോ ആ മോഹം അത് അവസാനം അണയാൻ പോകുന്നു. അത്തക പുത്തക 4 കാല് ഉമ്മയുടെ ഗർഭാശയ ലോകത്ത് നിന്ന് ഭൂമിയിൽ വന്നു 2 കൈയും 2 കാലും വെച്ച് നീ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുകയാ. അത്തക പുത്തക 4 കാല്. അവൻ താനെ നടപ്പിലോ 2 കാല്. കുറച്ച് നാട് കഴിഞ്ഞപ്പോ നിനക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള അവസരം കിട്ടി. 2 കാലിൽ നീ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഉച്ചിമുളപ്പിലോ 3 കാല്. നിന്റെ തലയില് നര വന്നപ്പോ, എന്റെ മുതുക് വളഞ്ഞപ്പോ 3ാമത്തെ കാലായ വടി നീ ഊന്നി. 2 കാല്, 3ാമത്തത് നിന്റെ വടിയാകുന്ന 3 കാല്. പക്ഷേ അത്തക പുത്തക 4 കാല്. അവൻ താനെ നടപ്പിലോ 2 കാല്. ഉച്ചി മുളപ്പിലോ 3 കാല്. അവൻ ഊരുക്ക് പോകിലോ 10 കാല്. 10 കാലാകുന്ന നിന്നെ ചുമക്കുന്ന 2 പേരുടെ 4 കാല്. സന്തൂക്കിന്റെ 6 കാല് നിന്നെ കാത്തിരിക്കുന്ന മനുഷ്യ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തയ്യാറായി കൊള്ളുക. മരണത്തിന്റെ ദൂത നമ്മുടെ മുമ്പിലുണ്ട്. അസ്രായീലിന്റെ പിടുത്തം ഏത് സമയത്തും വരാ. നിന്റെ വീട്ടിൽ വിളിക്കുന്ന നാമം മറയും. മക്കൾ പോലും മയ്യത്തെന്ന് മാറ്റി പറയോ. ഉറ്റവരെല്ലാരും ചുറ്റും നിന്ന് കരയും. നിന്റെ റൂഹ് നിന്നിൽ നിന്ന് വേർപിരിയോ. വല്ലാത്തൊരവസ്ഥയിൽ നീറും വെപ്രാളത്താൽ നീയും പുളയും. എന്റെ നിങ്ങളുടെ അവസ്ഥ പിടയുന്നൊരു സാഹചര്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആ ഒരു ബക്കറ്റ്, ഇൻഷാ അല്ലാഹ് നാളേക്ക് വേണ്ടി നല്ലൊരു ഹദിയ. നാളെ പരലോകത്ത്, നാളെ നൂറനാട് ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ കിടക്കുമ്പോൾ എനിക്കൊരു കൂട്ടാളിയാകണം എന്നതിൽ കഴിവിന്റെ പരമാവധി ഉള്ളതിൽ നല്ലൊരു ഹദിയ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആ ബക്കറ്റിൽ നിക്ഷേപിക്കുക. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ മുത്തുനബിയുടേതായ ആ വാക്കുകളും മൊഴികളും ഒക്കെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാണണം ഇൻഷാ അല്ലാഹ്. അത് അവസാനിപ്പിക്കുകയാണ്. നാം യാത്ര തുടങ്ങിയത് 2 പാതയായി തിരിഞ്ഞു. ആ യാത്ര അവസാനിക്കുന്നത് എവിടേക്കാണ്? കവി പറഞ്ഞതുപോലെ നിനക്കൊരു ലക്ഷ്യബോധമുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾ വാടി പുകഴ്ത്തുന്നത് അതാണ്. അവർ പറയുന്നത് എന്താ? അക്കരെയാണ് സാബല്യ നാട്, അവിടെ എനിക്കൊരുന്നൊരു ഭവനമുണ്ടെന്നാണ് അവർ പറയുന്നത്. കറക്റ്റാണ്. എൻ്റെ ലക്ഷ്യം സ്വർഗമാണ്. ആ ലക്ഷ്യത്തേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ പാടിപ്പുകഴ്ത്തുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപാതയിലേക്ക് നാം മുന്നോട്ട് ഗമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് ചെയ്യണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം.
അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും ഹൃദയം കൊണ്ട് കൊതിക്കുക. കണ്ടാലോ കണ്ണെടുക്കില്ല, കാരുണ്യപൂമുഖം മതിയാകില്ല, കണ്ണീരോ മാറ്റിടും മുല്ല കാമിൽ റസൂലുള്ളാഹ്. ഇതാണ് നബി മുഹമ്മദ് മുസ്തഫ. കണ്ടാലും കണ്ണെടുക്കാൻ തോന്നാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വിശദീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിച്ചതോ എനിക്ക് ഇതേവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല, പറഞ്ഞതോ എനിക്കറിയാത്തതാണ്, പറഞ്ഞതിൽ പാതിയും അറിയാത്തതാണ്. അള്ളാഹു സദസ്സുകൾ വീണ്ടും അള്ളാഹു നമുക്ക് കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണേ എൻ സാബല്യ നാട്, അവിടെ എനിക്കൊരുങ്ങൊന്നൊരു ഭവനമുണ്ടേ. ക്രൈസ്തവ സഹോദരൻ പാടുന്നത് പോലെ അക്കരയാണ് എൻ സാബല്യ നാട്, അവിടെ എനിക്കൊരുങ്ങുന്നൊരു ഭവനമുണ്ട്. സ്വർഗത്തിലേക്കുള്ള യാത്ര തിരിക്കാൻ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി എനിക്ക് നാളെ പരലോകത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം വളരെ വേദനാജനകമാണ്. നരകം നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവരപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതിൽ ആരെല്ലാ ഹദിയകൾ ചെയ്തിട്ടുണ്ടോ, കാവമ്പാട് വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ മഹാന്റെ ഈ ഒരു പോലീശ അനുഗ്രഹീത മജ്ലിസിനെ ആരെല്ലാം സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ടോ അള്ളാഹു എല്ലാവരെയും കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടി മുഴുവൻ ആളുകളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മുടെ മക്കൾക്ക് സമ്മാനിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കർത്തവ്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവസാന സമയം നൽകിയത് സ്ത്രീകളുടെ വിഷയത്തെ നിങ്ങൾ അള്ളാഹിനെ പേടിക്കണേ എന്ന് ഓരോ ഭർത്താവിനോടും പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്കുള്ള ദൗത്യം സ്വന്തം ഭർത്താവിന്റെ അള്ളയല്ലാതെ സുജൂദ് ചെയ്യാൻ ഒരാളിനോട് അള്ളാഹു പറയുമായിരുന്നെങ്കിൽ സ്വന്തം ഭർത്താവിനോട് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യ ഭർത്താവിനോട് സുജൂദ് ചെയ്യേണ്ടി പക്ഷെ അനുവദനീയമല്ലാത്തത് കൊണ്ട് അത്രയും കടമയും കടപ്പാടും ഓരോ ഭർത്താവിനോടും ഉണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കൂടുതൽ ഞാൻ പറയുന്നത്, കൂടുതൽ പറഞ്ഞ് ഇവിടെ ചിരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഡ്രസ്സ് കഴുകി കൊടുക്കുമ്പോൾ 500 രൂപ 1000 രൂപ ഡെയിലി വേണമെന്ന് പറഞ്ഞാൽ തന്നേ പറ്റും. ഇതാണ് ഇസ്ലാം. പറയേണ്ടത് കേട്ടോ കൂടുതൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരും ഞാൻ തുടങ്ങിയ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ആ മദ്ഹ് ജീവിതം നിത്യമാക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ തിരുമൊഴികളിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്ത് റസൂലിന്റെ മുഹബ്ബത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഇവർക്ക് തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഒരു കാര്യം കൂടെ പറഞ്ഞ ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണമെങ്കിൽ ആരെ പഠിക്കണം? നേരത്തെ ഞാൻ പറഞ്ഞു, മഹദിയായ ഖദീജ ബീവിയെ പോലെ ചരിത്രത്തിൽ ഇടം പിടിച്ച സുലൈഖ എന്ന അപ്സരസിനെയും ഒരു പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ കേട്ടിട്ടുണ്ട്. റമളാൻ സുലൈഖ എന്ന അപ്സരസിനെ പഠിക്കണം. സുലൈഖ എന്ന അപ്സരസ് ചന്ദനക്കെട്ടിലിൽ ചാരിക്കിടന്നിട്ട് യൂസുഫ് എന്ന പ്രവാചകനെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന സാഹചര്യത്തെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. ആ സുലൈഖ ബീവി എന്ത് ചെയ്തു? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗ്ലാമറിന്റെ പകുതിയായ യൂസുഫ് നബി അലൈഹി സ്വലാം ആളുകളൊക്കെ കളിയാക്കി. ഈ പ്രത്യേകതയുണ്ട്. കാരണം മിസ്രിലെ ആളുകൾക്കുള്ള പ്രത്യേകത എന്താ? നൈൽ നദി കുളഞ്ഞോടിപ്പാഞ്ഞു നടക്കുന്ന നഫീസത്ത് ബീവിയുടെ നാട്ടിലെ കിസബാറഞ്ഞീരട്ടെ ഞാൻ പൊന്നു വിളയുന്ന മിസ്റെന്ന നാട്ടിലുള്ള വീട്ടിലെ. മിസ്രിലെ ആളുകളുടെ ഗ്ലാമർ കൂടുതലാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പഠിക്കാനാണ് ഈ ഒരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. മിസ്രിലെ ആളുകൾക്ക് മുടിഞ്ഞ ഗ്ലാമറാണ്. നമ്മൾ പറയില്ലേ മുടിഞ്ഞ ഗ്ലാമർ. മിസ്രികളെ കാണുന്നത് അപ്പോൾ മിസ്രിലെ ആളുകൾക്ക് സമയമില്ല കേട്ടോ, പറ്റുന്നില്ല, നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ. അള്ളാഹു തആല അന്വേഷിച്ചാൽ ജുമായിലൊക്കെ പറ്റും, ജുമായിൽ പറ്റത്തില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. അതുകൊണ്ട് അള്ളാഹുടെ ആ മിസ്രിലെ സ്ത്രീകളെ കാണാൻ മുടിഞ്ഞ ഗ്ലാമറാണ്. നമ്മൾ പറയും ഈ കാലഘട്ടത്തെ ഭാഷ വെച്ച് പറയുമ്പോൾ മുടിഞ്ഞ ഗ്ലാമറാണ്. ആ മഹദിയായ സുലൈഖ ബീവി യൂസുഫ് നബിയിലേക്ക് അടുത്തു. ആളുകൾ പരിഹസിച്ചു, കൂട്ടുകാരികൾ കളിയാക്കി. സുലൈഖ ബീവി എന്ത് ചെയ്തു? അവരെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലൂടെ നടത്താൻ, യൂസുഫ് നബി അവരുടെ മുമ്പിലൂടെ നടത്താൻ തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ ആപ്പിളിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ആപ്പിളും കൈ കൊടുത്തു, കത്തിയും കൊടുത്തു. യൂസുഫ് നബി മുന്നിലൂടെ പോയപ്പോൾ അവർ എന്ത് ചെയ്തു? ആപ്പിൾ കണ്ടിക്കുന്നു. അതിന് മുന്നിലൂടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നപ്പോൾ അവർ ആപ്പിൾ കണ്ടിക്കുന്നതിനിടയിൽ വിരലുകൾ അറ്റുപോയി.
ആ വിരലുകൾ അറ്റുപോയത് പോലും അവരറിഞ്ഞില്ല. ആ സമയത്ത് സുലൈഹ ബീവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ കുട്ടി, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് യൂസുഫ് എന്ന ചെറുപ്പക്കാരൻ. ചോടുന്നു ചോര തളമായോര ഉടുപ്പല്ല പൊന്നുന്നു പ്രാമിസി സ്ത്രീകളാരിലോ ഇസ്സില്ല വടുവസിരികളോ ഡുങ്കള് കൈകൾ മുറിച്ചില്ലേ വല്ലാതെ എന്നെ പരിഹസിച്ച് ചിരിച്ചില്ലേ. ഇതാണ് യൂസുഫ് നബിയുടെ ഭാവം. ഇതിനേക്കാൾ 10 മടങ്ങാണ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു സുബ്ഹാനഹു വ തആല സമയം പരിമിതമായി നിർത്തുകയാണ്. അള്ളാഹു റസൂലിലേക്ക് അള്ളാഹുവിനോടുള്ള ത്വാഅത്തും മുത്തിനോടുള്ള മുഹബ്ബത്തും ജീവിതത്തിൽ നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ദിക്ർ ചൊല്ലി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടിയ സഹോദരിമാരും കുഞ്ഞുങ്ങൾ അല്ലാഹു എല്ലാവരെയും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. സഹായിച്ചവർ, സഹകരിച്ചവർ, സ്നേഹം സമ്മാനിച്ചവർ ഇൻഷാ അല്ലാഹ് നാളെയും ഇതുപോലെ നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും ഒത്തൊരുമയും ഒരുമിച്ച് കൂടലൊക്കെ ഉണ്ടാകണം. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. 10 മിനിറ്റ് കൊണ്ട് 2 ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഏത് പ്രയാസം വരുമ്പോഴും ആ പ്രയാസത്തെ മറികടക്കാൻ നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ വന്നപ്പോൾ ഇനി ഞാൻ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ അവസാനം യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന് രക്ഷയുടെ കവാടം തുറന്നു കൊടുത്ത ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത, ലാ ഇലാഹ ഇല്ലാ അന്ത, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, لا إله إلا أنت سبحانك إني أستغفر الله العظيم أستغفر الله العظيم. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. അല്ലാഹു മഴയെ അല്ലാഹു വർഷിക്കും, ജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യവും തരുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം أستغفر الله العظيم أستغفر الله العظيم. ورقة أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم. سلام قولا من رب رحيم 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 سلام قولا من رب رحيم. ലാ ഹൗല എന്ന ദിക്റും കൂടെ ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹു കബൂലാക്കട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ഞാൻ പറയുന്ന ദിക്റുകൾ നിങ്ങൾ ജീവിതത്തിൽ നിത്യമാക്കണം. ഒരുപാട് ഗുണങ്ങളുണ്ട്. മഹാനായ ഒരു മനുഷ്യനെ അല്ലാഹു സമ്പന്നനാക്കി കൊടുത്ത ദിക്റാണ്. ലാ ഹൗല ലേഹ്യം ഏവനും കഴിക്കേണ്ടതാ. ലാ ഹൗല ലേഹ്യം ആര് കഴിക്കുന്നവന്റെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരുമെന്നാണ്
അല്ലാഹു തൗഫീഖ് നൽകണം, നിത്യമാക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈല, അതിലൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട തെറ്റിപ്പോകരുതേ, അലസതയാലൊഴിക്കരുതേ. ലാഹുല അലസതയോട് മാറ്റി വെക്കരുത്, നല്ല നീയത്തോടു കൂടി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ഒരുപാട് അതിഥികളുണ്ട്. അല്ലാഹു എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. MLA അടക്കം